വളരെ പരിചിതമുള്ളതായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന്. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിനാവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. അത് പിശാചിനോടുള്ള ബന്ധത്തിലാണ് എന്നുള്ളത് അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നാൽ അതിൻ്റെ 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത, നാം നിത്യതയ്ക്കായി വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള യാഥാർത്ഥ്യം. ഈ കാലഘട്ടത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തേണ്ടി വരുന്ന ഒരു വിഷയമാണ് നാം എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. 2002 കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ച പോലെ ഒരു ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു എന്ന സത്യ ദൈവത്തെ അറിയുവാൻ ദൈവം ജീവിതത്തിൽ ഭാഗ്യം നൽകി. കഴിഞ്ഞ 20 വർഷത്തോളമായി കൃപയാൽ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ക്രിസ്തീയ ജീവിതം ബൈബിളിൽ ഞാൻ പഠിച്ചിട്ടില്ല. എന്നാൽ എല്ലാ പ്രതിസന്ധികളുടെ നടുവിൽ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവത്തെ ഈ കഴിഞ്ഞ കാലം മുഴുവൻ അനുഭവിച്ചറിയുവാൻ ഇടയായത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. എങ്ങനെയാണ് വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതെന്നൊക്കെ ഏറെക്കുറെ എന്നെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് സാക്ഷ്യമായിട്ടൊക്കെ അറിയാമെങ്കിലും കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ഒടുവിലത്തെ ദിവസം സാക്ഷ്യം കൂടെ ഒന്ന് ചേർത്ത് പറയണമെന്നുള്ള ഓർപ്പിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ അല്പസാക്ഷ്യം ഒടുവിലത്തെ ദിവസം പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഇപ്പം നമ്മുടെ മുമ്പിൽ സമയം പരിമിതവുമാണ്. നാം വായിച്ച വേദഭാഗം നമ്മോട് പറയുന്നത് നാം നിത്യതയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടോ ഈ കാലഘട്ടത്തിൽ വിശ്വാസികളെന്ന് പറയുന്ന ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവരുടെ ഇടയിൽ പോലും ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് അനിവാര്യമായിരിക്കുന്നു നാം വിളിക്കപ്പെട്ടത് എന്തിനാണ് എന്നുള്ളത്. കാരണം ലക്ഷ്യം മാറി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് ആത്മീയ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഒരു കാര്യം മറു സൈഡിൽ വ്യക്തമാണ്. ഇന്ന് നമ്മുടെ മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സകലമാന സംഭവങ്ങളും, ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളും, പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും, മറ്റുള്ള എല്ലാ കാര്യങ്ങളും വാക്കും ഭാഷണവും കൂടാതെ നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരേ ഒരു യാഥാർത്ഥ്യം, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. പണ്ടൊക്കെ അത് കേൾക്കുമ്പോഴൊക്കെ ആയിരുന്നു ഒരു സന്തോഷവും സ്തോത്രമൊക്കെ. ഇപ്പോൾ കർത്താവ് വരുന്നെന്ന് പറയുമ്പോൾ വലിയ അന്താരാഷ്ട്ര പ്രശ്നമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയില്ല, അങ്ങനെയൊക്കെ അങ്ങ് ആയിപ്പോയി. നമുക്കതൊക്കെ ഓർത്ത് സങ്കടപ്പെടാൻ മാത്രമേ കഴിയത്തുള്ളൂ. കാരണം രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലിന് സന്തോഷിക്കാൻ വകയുള്ളൊരു ദൂതുണ്ടെങ്കിൽ അത് കർത്താവ് വരുന്നു എന്ന് കേൾക്കുമ്പോഴാണ്. അതിൽ കൂടുതൽ സന്തോഷിക്കാൻ വകയുള്ള ഒന്നും നമുക്ക് ലോകത്തിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ അന്ത്യകാലത്ത്, ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയം, പണ്ട് കാലങ്ങളിൽ നമ്മുടെ അപ്പച്ചന്മാർ, പിതാക്കന്മാർ യേശു വരുന്നു എന്ന് പറഞ്ഞ് കേട്ട് കാലങ്ങൾ എത്ര കടന്നുപോയി, എത്രയോ ജനറേഷൻ കടന്നുപോയി, ഇതുവരെയും കർത്താവ് വന്നില്ലെന്നൊക്കെ നമുക്ക് ചിന്തയുണ്ടാകാം. എന്നാൽ അന്ന് പറഞ്ഞു തുടങ്ങിയതെല്ലാം ഇന്ന് അതിൻ്റെ ഏറ്റവും സമാപനമാകുന്ന നിമിഷങ്ങളിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും താമസം വിന വാനമേഘെ കർത്താവിൻ്റെ കാഹളം മുഴങ്ങുകയും ദൈവസഭ കർത്താവിനോട് കൂടെ ചേർക്കപ്പെടുകയും ചെയ്യും. അത് വളരെ കൃത്യമാണ്. എന്നാൽ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയൊരു കാര്യം കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചു. ഒരു പക്ഷേ കർത്താവ് വന്നിരുന്നെങ്കിൽ ചിലരൊന്നും ഇവിടെ ഉണ്ടാകുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അത് വളരെ ചിന്തനീയമായൊരു വിഷയമാണ്. കാരണം നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറഞ്ഞു, ആരാധിച്ചു, ഇനി കർത്താവ് വരും പോകും, ഇതിനപ്പുറത്ത് വേറൊരു സീനില്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വിശ്വാസ ജീവിതത്തിലായിരിക്കുന്നത്. എന്നാൽ അതിനും അപ്പുറത്ത് നിത്യതയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്ന നാം നിത്യതയ്ക്കായി ഏത് നിലയിൽ ഒരുക്കപ്പെടണമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. നാം ഇന്ന് ആ നിലയിലാണ് ചില കാര്യങ്ങൾ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. എനിക്കെന്നും ദൈവവചനം പ്രസംഗിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഒത്തിരി ബഹളം ഉണ്ടാക്കുന്നതിലല്ല കാര്യം.
ബഹളമൊക്കെ നമുക്ക് ആരാധനയിൽ ഉണ്ടാക്കാം, പക്ഷേ ആരാധനയിൽ അത്ര ബഹളം പലർക്കും താല്പര്യമില്ല. ആരാധിക്കുമ്പോൾ നൃത്തം ചെയ്തൊക്കെ ആരാധിക്കുന്നത് അനുഗ്രഹമാണ്, അതൊന്നും തെറ്റുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ കർത്താവ് നമ്മെ നരകശിക്ഷയിൽ നിന്ന് വിടുവിപ്പാൻ കാൽവരിയിൽ അനുഭവിച്ച മഹായാഗത്തെ ഓർക്കുമ്പോൾ നാം നൃത്തം ചെയ്ത് തന്നെ ആരാധിക്കണമെന്ന പക്ഷക്കാരനാണ് ഞാനും. നമുക്കതിൽ യാതൊരു തരത്തിലുള്ള ലജ്ജിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. എന്നാൽ അതിന് ചില മാനദണ്ഡങ്ങൾ വേദപുസ്തകം വെച്ചിട്ടുണ്ട്. നമുക്ക് സുബോധം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നൃത്തം ചെയ്ത് ആരാധിക്കുമ്പോഴും നാം നിൽക്കുന്ന സ്ഥലം ഏതെന്ന് നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. തലയിലെ സ്കാഫ് ഒന്ന് താഴോട്ട് വീണാൽ അതറിയുന്ന ആത്മാവായിരിക്കണം. തുള്ളി തുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളുടെ മണ്ടയ്ക്ക് പോയി വീഴുന്ന ലെവലിലേക്കൊന്നും ലെവൽ കെട്ടു പോകരുതെന്നുള്ളത് ഒഴിച്ചാൽ നമുക്ക് ദൈവത്തെ ആരാധിക്കുന്നതിൽ നാണക്കേടിൻ്റെ ആവശ്യമില്ല. നമുക്ക് നൃത്തം ചെയ്ത് ആരാധിക്കാം. എന്നാൽ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ അതൊരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകുന്ന നിലയിൽ വളരെ ഗൗരവമായി അത് കേൾക്കുകയും പറയുകയും അത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമായി തീരുകയും ചെയ്യണം എന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ സാവകാശത്തിൽ ലളിതമായി ഒരു കുഞ്ഞിന് മനസ്സിലാകുന്നത് പോലെ സംസാരിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, കൂടുതലും വ്യാഖ്യാനമില്ലാതെ ചിന്തിക്കണമെന്ന് പഠിക്കുന്നയാളാണ് ഞാൻ. നമുക്ക് ഈ പുസ്തകത്തിൽ ഒരു ശരാശരി മലയാളിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെയാണ് വേദപുസ്തകത്തിൽ നമുക്ക് മലയാളം ബൈബിൾ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കത് വായിച്ചാൽ മനസ്സിലാകും. ആ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിലാണ് വചനം പഠിക്കുവാനായിട്ട് ഇന്ന് വരെ ഞാൻ താല്പര്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ കാരണം, ഞാൻ ചില ആളുകൾ, ചില വിശ്വാസികളല്ലാത്തവരോടൊക്കെ സംസാരിക്കുമ്പോൾ മുൻവിധികൾ ഉണ്ടാകാതിരിക്കാൻ ഞാൻ അവരോട് പറയും, പെന്തക്കോസ്തുകാരുടെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച് തലയ്ക്കകത്ത് കയറ്റിയതൊക്കെ മൈക്കെടുത്ത് വെച്ച് തത്തമ്മേ പൂച്ച എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെ കാണാതെ പഠിച്ച കാര്യങ്ങൾ പറയുകയല്ല ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്കിതുവരെയും ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിക്കാനോ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാനോ ഉള്ള ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള അവസരങ്ങൾക്കൊക്കെ ഞാൻ കൊതിച്ചൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ച് അങ്ങനെ ഇപ്പോഴും പഠിച്ചു തന്നെയായിരിക്കുന്ന പഠിതാവായിട്ടാണ്. നമ്മളാരും ഇതുവരെ അതിൻ്റെ അറ്റത്ത് പോലും എത്തിയിട്ടില്ല, പഠിച്ചു തീർന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഇപ്പോഴും പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ അത് പഠിക്കുവാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളത് ഒരു ചിന്ത പറഞ്ഞാൽ, ആദ്യകാലങ്ങളിൽ മദ്രസയിൽ ഖുർആൻ പഠിച്ച് മാത്രം പരിചയമുള്ള എനിക്ക് ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഒത്തിരി പ്രയാസം തോന്നി. ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നിയപ്പോൾ ഒരിക്കലൊരു ഞായറാഴ്ചത്തെ ആരാധനയിൽ ദൈവദാസൻ സങ്കീർത്തനം പ്രബോധിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടക്കേണ്ടുന്ന വഴി ഏതെന്ന് കാണിച്ചു തരും. ഈ വാക്യം എവിടെയോ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കൊളുത്തിപ്പിടിച്ചു. ഞാൻ അന്ന് മുതൽ ദൈവത്തോട് ചലഞ്ച് ചെയ്യാൻ തുടങ്ങി. എന്നാൽ പിന്നെ എന്നെ എന്താ പഠിപ്പിച്ചാൽ, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്നൊക്കെ എഴുതി വെച്ചിട്ട് എന്നാൽ പിന്നെ എനിക്കെന്താ പറഞ്ഞു തന്നാൽ എന്ന് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പലപ്പോഴും ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ പൊരുളുകളെ തിരിച്ചു തന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ അഭിഷിക്തന്മാരുടെ നടുവിൽ ഒരു ഡിഗ്രിയും പറയാനില്ലാതെ പൊട്ടനെപ്പോലെ ദൈവവചനമായി നിൽക്കാൻ ഇടയായി തീർന്നത്. ഇത് വായിച്ചും പരിശുദ്ധാത്മാവിൽ ഗ്രഹിച്ചും വ്യാഖ്യാനം കൂടാതെ വചനത്തെ വചനം കൊണ്ട് തന്നെ വ്യാഖ്യാനിച്ച് കണ്ടെത്തുവാനും ശ്രമിച്ചത് കൊണ്ടാണ്. അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് നല്ല ഉറപ്പുണ്ടാകും. നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീണാലും നാം ഈ വിശ്വാസ ജീവിതത്തിൽ നിന്ന് കടുകിട അങ്ങോട്ടോ ഇങ്ങോട്ടോ കുലുങ്ങുകയില്ല. ആ നിലയിൽ ദൈവവചനം നമ്മുടെ അകത്തു നൽകുന്ന വലിയൊരു ഉറപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് നിത്യതയ്ക്കായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഏതൊക്കെ നിലയിൽ കർത്താവിൻ്റെ വരവിനായി നാം ഒരുങ്ങിയിരിക്കണമെന്ന് ദൈവവചനത്തിൽ നിന്ന് നാം ചിന്തിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു. കാരണം നാം നിത്യതയ്ക്കായി വിളിക്കപ്പെട്ടവരാണ്. അതിനെ ഉറപ്പിക്കുന്ന ഒരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേഗത്തിൽ കൊണ്ടുവരാം. ആമേൻ. 2 തെസ്സലോനിക്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2 തെസ്സലോനിക്യ 2:14. അവിടെ ഇങ്ങനെ വായിക്കുകയാണ്, യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചു. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടല്ലേ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മനുഷ്യന്റെയും വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ലാതെ തെസ്സലോനിക്യ സഭയിലെ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികളായ വിശുദ്ധന്മാരോട് പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാ, നിങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരുടെ സുവിശേഷ ഘോഷണത്താൽ. ഇത് എഴുതുന്നത് അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലന്മാരായ ശിഷ്യഗണത്തെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അഡ്രസ് ചെയ്യാണ്. ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ എന്ന് അഡ്രസ്
ചെയ്യുന്നത് ആരെയാ? ദൈവസഭയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുകയാ, നിങ്ങളെ ഈ രക്ഷയിലേക്ക്, ഞങ്ങളെപ്പോലുള്ളവരുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ ഈ രക്ഷയിലേക്ക് കർത്താവ് കൊണ്ടുവന്നതിന് 9 ഉദ്ദേശമില്ല, 8 ഇല്ല, 7 ഇല്ല, 6 ഇല്ല, 5 ഇല്ല, 4 ഇല്ല, 3 ഇല്ല, 2 ഇല്ല, ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. നാം എല്ലാവരും കർത്താവിനോടുകൂടെ മഹത്വം പ്രാപിക്കണം. അതിനുവേണ്ടി മാത്രമാ വിളിക്കപ്പെട്ടത്. പാരമ്പര്യത്തെ വിട്ട്, കുടുംബത്തെ വിട്ട്, ചാർച്ചക്കാരെ വിട്ട്, ബന്ധുക്കളെ വിട്ട്, സ്വന്തക്കാരെ വിട്ട്, കൂട്ടുകാരെ വിട്ട്, ലോകത്തെ വിട്ട് പെന്തക്കോസി തുള്ളാനിറങ്ങിയോ എന്ന പേരും കേട്ട് ഇതിനകത്ത് വന്ന് കൈയടിച്ച് ആത്മാവിൽ അന്യഭാഷയിൽ ആരാധിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയാൻ ഒറ്റ മറുപടിയേ ഉള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ ആ കർത്താവിനോടുകൂടെ എനിക്ക് മഹത്വത്തിൽ ചേർക്കപ്പെടണം. അതിനുവേണ്ടിയാണ് ഞാൻ പെന്തക്കോസ്തിൻ്റെ അകത്ത് തുള്ളാനിറങ്ങിയത് എന്ന് പറയാൻ കഴിയണം. പലപ്പോഴും ഞാൻ ആ ചോദ്യം 20 വർഷങ്ങളായി ആവർത്തിച്ച് കേൾക്കുന്നയാളാണ്. എവിടെങ്കിലും വെച്ച് എൻ്റെ ബന്ധുക്കളോ ചാർച്ചക്കാരോ വേണ്ട, കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ച പോലെ പരസ്യയോഗങ്ങളിൽ കർത്താവിനെ പ്രസംഗിക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് വേദികളിൽ പ്രസംഗിക്കുന്ന തെറ്റാണെന്നൊന്നും അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ വ്യത്യസ്തമായതുകൊണ്ട്. എന്നാൽ എന്നെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ ശബ്ദം അറിയാത്തവരോട് അറിയിക്കുക എന്നുള്ളതാണ്. അറിയാത്തവരോട് അറിയിക്കുക എന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആമേൻ, അറിയാത്തവരുടെ ഇടയിലേക്ക് പോയി അറിയിക്കുവാൻ ഒരു ഇഷ്ടം തോന്നി. ആമേൻ, പരസ്യയോഗത്തിൻ്റെ വിത്ത് എൻ്റെ ഹൃദയത്തിൽ വീഴുന്നത് ആമേൻ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭ നാളുകളിൽ. അതിനുശേഷം ആമേൻ അനേക അഭിഷിക്തന്മാരുടെ പ്രസംഗങ്ങൾ, തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറിനെ പോലുള്ള ആളുകൾ തെരുവിൽ നിന്നുകൊണ്ട് ധീരമായി കർത്താവിനെ പ്രസംഗിക്കുകയും വഴിയെ പോകുന്നവരൊക്കെ അവരുടെ യാത്ര നിർത്തി തിരിച്ചു വന്ന് നിന്ന് അത് കേൾക്കുകയൊക്കെ ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ പലപ്പോഴും എന്നെ ആവേശം കൊള്ളിച്ചിട്ട് അറിയാത്തവരോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ ഇറങ്ങി തിരിച്ചു. അങ്ങനെ പരസ്യയോഗങ്ങളിൽ പ്രസംഗിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഞാൻ പറഞ്ഞത് ആമേൻ, അങ്ങനെ പോകുന്നിടത്തും മലബാറിൻ്റെ മേഖലകളിലൊക്കെ ചെല്ലുമ്പോൾ പലപ്പോഴും ഇസ്ലാമിക സഹോദരങ്ങളൊക്കെ പ്രസംഗം കേൾക്കാൻ ഇങ്ങനെ തൊപ്പിയൊക്കെ വിട്ട് വന്ന് നിൽക്കും. നിങ്ങൾക്ക് കാണാം, വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ അവരിങ്ങനെ ആവേശത്തോടെ പ്രസംഗം കേട്ട് നിൽക്കും. ഞങ്ങളുടെ പ്രസംഗമൊക്കെ ആരംഭിക്കുന്നത് പലപ്പോഴും മദ്യവും മയക്കുമരുന്നും ലഹരിയും ഒക്കെ മനുഷ്യനെ നശിപ്പിക്കുന്ന വിഷയങ്ങളെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. ഇപ്പം ചില വലിയ ഡിഗ്രിയൊക്കെ ഉള്ള വലിയ ഭക്തന്മാർ ചേട്ടന്മാരൊക്കെ ചോദിക്കും, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കും. എന്നാൽ പിന്നെ ചേട്ടൻ വന്ന് നേരിട്ട് അങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും ആ തെരുവിൽ നിൽക്കാൻ മുട്ടുപറയ്ക്കുന്ന ആളുകളായി ചോദിക്കുന്നത്. എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് എനിക്ക് ആ ജംഗ്ഷനിൽ പോയി സുവിശേഷം പറയണമെന്ന് പറഞ്ഞാലൊന്നും ഗവൺമെൻറ്റിൻ്റെ അനുമതി കിട്ടുകയില്ല. അതുകൊണ്ട് അവരോട് നമ്മൾ പറയുന്നത് മദ്യവും മയക്കുമരുന്നും ലഹരിയും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ മൈക്ക് അനുമതി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ പ്രസംഗിക്കാൻ പോയി നിൽക്കുമ്പോൾ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിയമസ്ഥരും ഉദ്യോഗസ്ഥരൊക്കെ പോകുമ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് അനുമതി തരുന്ന അവർക്കും അറിയാം, കേട്ടുകൊണ്ട് നിൽക്കുന്നവർക്കും അറിയാം നമ്മുടെ ലക്ഷ്യം സുവിശേഷമാണെന്നുള്ളത് എല്ലാവർക്കും പകൽ പോലെ അറിയാം. അതുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ മറ്റൊരുത്തനിലും രക്ഷയില്ലെന്ന് പറഞ്ഞു തന്നെ അവസാനിപ്പിക്കുന്നത്. അങ്ങനെ പലരും ആവേശത്തോടെ ഇങ്ങനെ കേട്ടുകൊണ്ടൊക്കെ നിൽക്കും. എന്നാൽ ഒടുവിൽ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തും, ഇത് മതത്തിൻ്റെ സന്ദേശമല്ല, ആയിരുന്നെങ്കിൽ ഷമീർ അബ്ദുൽ സലാം എന്ന ഞാൻ യേശുവിനെ പ്രസംഗിക്കുകയില്ലായിരുന്നെന്ന് പറയുമ്പോഴാണ് പലരുടെയും ഒക്കെ നെറ്റ് ചുളുങ്ങുന്നത് മലബാറിൽ. അപ്പോൾ ഇവർ മീറ്റിംഗ് കഴിയാൻ കാത്തിരിക്കും. ചിലരൊക്കെ അടുത്ത് വന്നിട്ട് ചോദിക്കും, നീ എന്തിനാ ക്രിസ്ത്യാനിയായത്? അത് പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞു. നീ എന്തിനാ ക്രിസ്ത്യാനിയായി? ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന 20 വർഷമായി കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യം. അവരോടെല്ലാം അന്നും ഇന്നും കാലം ഇനി എത്ര മുന്നോട്ട് പോയാലും പറഞ്ഞ മറുപടിയും ഇനി പറയാനുള്ള മറുപടിയും ഒന്നേയുള്ളൂ, ഞാൻ ഇന്ന് വീണ് മരിച്ചാൽ അല്ലെങ്കിൽ കാഹളം മുഴങ്ങിയാൽ എനിക്ക് കർത്താവിനോടുകൂടെ നിത്യത പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് ക്രിസ്ത്യാനിയായത്, അതിനുവേണ്ടിയാണ് പെന്തക്കോസ്തിൽ തുള്ളാനിറങ്ങിയത്. അതിനപ്പുറത്തെന്തെങ്കിലും ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, ഈ ലോകത്തിലെ മറ്റേതെങ്കിലും പദവിയിലേക്ക് കൊണ്ടെത്തിക്കാനാണ് ഈ പുസ്തകത്തിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചെന്ന് ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ റോങ് വേയിലാണ് ആയിരിക്കുന്നത്, നിങ്ങൾ തെറ്റായ ട്രാക്കിലാണ് ആയിരിക്കുന്നത്. ഇന്ന് രാത്രി മടങ്ങി വരവിൻ്റെ നിമിഷമായി മാറണം. എന്നെയും നിങ്ങളെയും ഈ രക്ഷയിലേക്ക് വിളിച്ചതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെ കാഹളം മുഴങ്ങാൻ പോവുകയാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അടുത്ത വാക്യം, അതുകൊണ്ട് എന്ത് ചെയ്യണം? വായിച്ച്. ആകയാൽ സഹോദരന്മാരെ, ആകയാൽ മുകളിൽ എഴുതിയിരിക്കുന്നതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുമ്പോൾ ആ പദം ഉപയോഗിക്കുന്നത് ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന്. ശ്രദ്ധിച്ചേ, നിങ്ങൾ ഉറച്ചു നിന്ന്. നിർത്തട്ടെ. നിങ്ങൾ ഉറച്ചു നിന്ന്. ശ്രദ്ധിച്ചേ,
മഹത്വം പ്രാപിക്കാനാണ് വിളിക്കപ്പെട്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉറച്ചു നിന്ന്. അപ്പോൾ മഹത്വം പ്രാപിക്കണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യണം? അറിഞ്ഞ സത്യത്തിനു വേണ്ടി അന്ത്യത്തോളം നിൽക്കണം. പാതി വഴിക്ക് ഇട്ടേച്ചു പോകുന്നവനൊന്നും കാഹളനാദത്തിങ്കൽ എടുക്കപ്പെടുകയില്ല. ഇപ്പം ചിലർ പറയും ഇട്ടേച്ചു പോകാൻ പറ്റത്തില്ലെന്നാണ് ചിലർ പറയുന്നത്. അത് ഞാൻ പിന്നാലെ, ഇന്ന് സമയം കിട്ടിയില്ല, നാളെ തെളിയിക്കാം. പുസ്തകത്തിൽ നിന്ന് ഇട്ടേച്ചു പോകാൻ ഒക്കോ ഇല്ലയോ എന്നൊക്കെ തെളിയിക്കാം. എത്ര എണ്ണം ഇട്ടേച്ചു പോയത് ഈ പട്ടണത്തിൽ തന്നെ നമ്മുടെ മുമ്പിൽ ഉണ്ടെന്നേ. അതുകൊണ്ട് പറയാം. പിന്നെ ചിലർ പറയും ഇട്ടേച്ചു പോയി കഴിയുമ്പോൾ പറയും അവർ രക്ഷിക്കപ്പെട്ടവർ അല്ലായിരുന്നെന്ന് പറ. അങ്ങനെ പറയുന്നവരൊക്കെ എനിക്കറിയാം. ആമേൻ. ഈ നിൽക്കുന്നിടത്തോളം ഭയങ്കര ബഹുമാനമാണ്. നിന്നാളെ ഇട്ടേച്ചു പോകുമ്പോൾ എന്ത് പറയും? ആ പുള്ളി രക്ഷിക്കപ്പെട്ട ആളല്ലായിരുന്നു. ഈ അടുത്ത കാലത്തൊരു സഹോദരൻ എന്നോട് അങ്ങനെ പറഞ്ഞു. ആമേൻ. ആ പുള്ളി രക്ഷിക്കപ്പെട്ട ആളല്ലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പുള്ളിയോട് തിരിച്ചു ചോദിച്ചു, അങ്ങനെ രക്ഷിക്കപ്പെട്ട ആളല്ലായിരുന്നെങ്കിൽ അയാളല്ലേ ഇത്രയും കാലം നിങ്ങളുടെ ചർച്ചിൽ ശുശ്രൂഷിച്ചത്? അയാളെ വചനമല്ലേ നിങ്ങളെല്ലാം കേട്ടത്? അയാൾ കൊണ്ടുതന്ന കർത്തൃമേശയല്ലേ നിങ്ങൾ വാങ്ങി വായലോട്ട് വെച്ചത്? അപ്പം രക്ഷിക്കപ്പെടാത്തവൻ്റെ കയ്യിൽ നിന്ന് കർത്തൃമേശ കഴിച്ച പുള്ളിയാണോ നിങ്ങളത് ചോദിച്ചു. ആമേൻ. അപ്പം പിന്നെ മറുപടി ഒന്നുമില്ല. അതുകൊണ്ട് ഈ നിൽക്കുന്ന കാലത്തോളം നല്ലതും പോയി കഴിഞ്ഞാൽ മോശമെന്ന് പറയുന്നതല്ല. പകരം നാം എല്ലാവരും ഇത് കാണുമ്പോൾ പഠിക്കേണ്ടുന്നൊരു ചിന്തയുണ്ട്. ഇതിനകത്ത് കൃപയ്ക്കകത്ത് നിൽക്കുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വമുള്ളൊരു കാര്യമാണ്. അറിഞ്ഞ സത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കുന്നതിന് ഇണവാക്യം തേടണമെങ്കിൽ തേടാം. എഫേസ്യ ലേഖനം 6:10 ഇപ്പോൾ പോണ്ട. എഫേസ്യ ലേഖനം 6:10 മുതൽ അങ്ങോട്ട് വായിച്ചാൽ ആമേൻ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലെന്നും ആകയാൽ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളണമെന്നും ഒക്കെ പറയുന്നിടത്ത് ഉറച്ചു നിൽക്കണമെന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. ആമേൻ. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന്. അടുത്തത് എന്താ പറയുന്നത്? ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. ചോദ്യം, ആര് മുറുകെ പിടിക്കണം? ആര് മുറുകെ പിടിക്കണം? ആരോടാ ഇത് പറയുന്നത്? പലപ്പോഴും നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. എന്താണ് ഈ ലേഖനങ്ങൾ? ആരോടാണ് ഈ ലേഖനങ്ങൾ സംസാരിക്കുന്നത്? ദൈവസഭ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ലേഖനങ്ങൾ ദൈവസഭയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. പണ്ടൊരാൾ പറഞ്ഞു, കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയെങ്കിൽ കോഴഞ്ചേരിക്കാർക്ക് എന്താന്ന് പറഞ്ഞാൽ, ചില ആളുകൾ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പിള്ളേരല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ പെന്തക്കോസുകാർ ബൈബിൾ പഠിക്കുന്നത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാനുള്ള വാക്യം ഉണ്ടോ എന്നാണ് തപ്പി നോക്കുന്നത്. എന്തെങ്കിലും ചെയ്യാൻ അനുകൂലമായ വാക്യം ഉണ്ടെങ്കിൽ ആ വാക്യം എടുത്തു വെച്ച് എനിക്കിത് ചെയ്യാമെന്ന് തപ്പി നടക്കുന്ന ഒരു കാലമായി ഈ കാലം. അതുകൊണ്ട് ആമേൻ, എന്തെങ്കിലും ഒരു ഉപദേശ വിഷയം നമ്മൾ പറഞ്ഞാൽ ഉടനെ അവർ പറയും, അത് പാസ്റ്ററെ, അത് നമ്മൾ ഗൗരവത്തിൽ പഠിക്കണം. എന്നാ പഠിക്കണം? അത് പണ്ട് കൊരിന്ത് സഭയിൽ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൊരിന്ത് സഭക്കാരോട് ആ കാലത്ത് അന്ന് അങ്ങനെ പറയേണ്ടി വന്നതാ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സഭയെ പ്രശ്നമൊന്നും ഇല്ലെന്നാ പറയണേ. എന്തെല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം. പോട്ടെ. എന്നാൽ ആമേൻ, അതുകൊണ്ട് അന്ന് അത് അവരോട് പറഞ്ഞതാ. നമുക്കിപ്പോൾ അത് ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാൽ അത് കൊരിന്തുകാരോട് പറഞ്ഞതാ, കോഴഞ്ചേരിക്കാർക്ക് ആവശ്യമില്ല. മറ്റേത് ഗലാത്യരോട് പറഞ്ഞതാ, അടുത്തത് കൊലോസ്യരോട് പറഞ്ഞതാ, അടുത്തത് ഫിലിപ്പിയരോട് പറഞ്ഞതാ. അങ്ങനാണെങ്കിൽ ആലപ്പുഴക്കാർക്ക് എന്ത് ചെയ്യേ? കൊല്ലത്തിന് എന്ത് ചെയ്യേ? കോട്ടയത്തിന് എന്ത് ചെയ്യേ? പിന്നെ ആർക്കാ ഇതൊക്കെ ബാധകം? എന്നാൽ ദൈവസഭ തിരിച്ചറിയണം, ഇത്തരം വ്യർത്ഥവാദങ്ങളൊന്നും കേട്ട് ഹൃദയത്തിൻ്റെ അകത്ത് കുറിച്ചിടരുത്. പകരം 1 കൊരിന്തി 1-ാം അധ്യായം 1-ാം വാക്യം എഴുതിയിരിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. 1 കൊരിന്ത്യർ 1:1 ശ്രദ്ധിച്ചേ. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും, ഇവിടെ നോക്കിയാൽ മതി, എളുപ്പമുണ്ട്. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സൊസ്തേനോസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക്, ശ്രദ്ധിച്ചേ, ഫുൾ സ്റ്റോപ്പാണോ കോമായാണോ? പറഞ്ഞേ. കോമ ഇട്ടിരിക്കുക. കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എന്നെഴുതി നിർത്തിയില്ല, ഒരു കോമ ഇട്ടിട്ട് പിന്നെ ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും പോരാ, അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ എഴുതുന്നത്. കണ്ടോ? അവിടെയോ ഇവിടെയോ എവിടെയോ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് ലേഖനങ്ങൾ ആപ്ലിക്കബിളാണ്. ലേഖനങ്ങൾ അവരനുസരിക്കേണ്ട ഉപദേശങ്ങളാണ്.
അതുകൊണ്ട് തെസ്സലോനിക്യ സഭയോട് പറഞ്ഞു, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു വന്ന പ്രമാണം മുറുകെ പിടിക്കണം. എന്തിനാ? മഹത്വം പ്രാപിക്കണമെങ്കിൽ പ്രമാണം മുറുകെ പിടിക്കണം. ആരാ ഇതനുസരിക്കേണ്ടത്? ആരാ? രക്ഷിക്കപ്പെടാത്ത ശങ്കരൻകുട്ടി, മാധവൻകുട്ടി, മമ്മദ് കുട്ടിയാണ് ഇത് അനുസരിക്കേണ്ടത്? അല്ല. അകത്തു വന്ന ദൈവസഭയോട് പറയുക, നിനക്കൊരു പ്രമാണമുണ്ട്. എന്ത് പ്രമാണം? വാക്കിനാൽ. എവിടെയാ വാക്കിനാലുള്ള പ്രമാണം? അപ്പോസ്തല പ്രവൃത്തി. എവിടെയാ എഴുത്തിനാലുള്ള പ്രമാണം? ലേഖനങ്ങൾ. അതുകൊണ്ട് അഭിഷിക്തന്മാർ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ പുതിയ തലമുറയോട് പറയും, പണ്ട് കാലത്ത് പറമ്പ് കുഴിക്കുമ്പോൾ അവിടെ സ്വർണവും പണവും ഒക്കെ ഉള്ള നിധി കുടങ്ങൾ കിട്ടിയതായിട്ട് പണ്ട് കാലങ്ങളിൽ നാട്ടിൽ പറയും. അതുപോലെ ദൈവസഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന നിധി കുംഭങ്ങളാണ്, നിധി കുടങ്ങളാണ് ലേഖനങ്ങൾ എന്ന് അഭിഷിക്തന്മാർ പഠിപ്പിക്കാറുണ്ട്. കാരണം ഒരു സഭയിൽ യഥാർത്ഥമായി ലേഖനങ്ങൾ പഠിപ്പിച്ചാൽ, വിശ്വാസികൾ അത് പഠിച്ചാൽ സഭ വളരെ അനുഗ്രഹീതമായി മുന്നോട്ട് പോകും. പക്ഷേ വേദനയോടെ പറയട്ടെ, പല സഭകളിലും ഇപ്പോഴും മത്തായും മർക്കോസും ലൂക്കോസും യോഹന്നാനും വിട്ട് അപ്പുറത്തോട്ട് കയറിയിട്ടില്ല. കാലം എത്ര കഴിഞ്ഞു, ഇപ്പോഴും രക്തസ്രാവക്കാരിയെ വിടുവിച്ച ദൈവം അവിടെ ഇരിക്കുകയാണ്. അതിനപ്പുറത്ത് വന്നാൽ പരമാവധി അപ്പോസ്തല പ്രവൃത്തി വരെ വരും. അതിൻ്റെ അപ്പുറത്തോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്ക് ഉപദേശത്തിൻ്റെ ഗൗരവം എന്തെന്ന്, വിശ്വാസ ജീവിതത്തിൻ്റെ ഗൗരവം എന്തെന്ന് തിരിച്ചറിയാതെ രക്ഷിക്കപ്പെട്ടു, സ്നാനം മുങ്ങി, അന്യഭാഷ പറയുന്നില്ല, പിന്നെ കാഹളം ധ്വനിക്കും, പറക്കും. ഈ മിഥ്യാധാരണയിലായിപ്പോയി. അതിൻ്റെ അപ്പുറത്ത് ദൈവസഭയ്ക്കൊരു പ്രമാണമുണ്ട്. ആ പ്രമാണങ്ങളെ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. അതാണ് ലേഖനങ്ങൾ ദൈവസഭയോട് പഠിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വരവിനായി നാം പ്രമാണത്തിൽ നിന്ന് ഒരുങ്ങേണ്ടുന്ന ആവശ്യകതയെക്കുറിച്ച് പറയുന്നു ലേഖനങ്ങൾ. എന്താണ് ലേഖനത്തിൻ്റെ പശ്ചാത്തലം? ഒരല്പ സുവിശേഷത്തിലൂടെ കയറിപ്പോകേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് ലേഖനങ്ങളുടെ പശ്ചാത്തലം പറയാൻ വേണ്ടി ഞാൻ ഒരല്പ സുവിശേഷത്തിലൂടെ ഒന്ന് കയറി ഇറങ്ങി ഇവിടെ തിരിച്ചു വരാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, വേഗത്തിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറഞ്ഞു വരാം. എന്താണ് ലേഖനങ്ങൾ? നമുക്കല്പം പുറകോട്ട് പോകാം. ഉൽപ്പത്തി പുസ്തകം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മനസ്സിലാക്കാൻ വേണ്ടി പറയുക. നിങ്ങൾക്കിതൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. എന്നാൽ പരിശുദ്ധാത്മ പലപ്പോഴും ഒരാൾക്ക് വേണ്ടിയായിരിക്കും സംസാരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? കാരണം വർഷങ്ങളോളമൊക്കെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരില്ലേ? 20-25 വർഷം പ്രാർത്ഥിച്ചിട്ട് നേടിയവരുണ്ട് ദൈവസഭയ്ക്കകത്ത്. ആമേൻ. ഒരു വ്യക്തിക്ക് വേണ്ടി സംസാരിക്കാം. ആമേൻ. അപ്പോൾ ശ്രദ്ധിച്ചേ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നമുക്കറിയാം ഭൂമി പാഴും ശൂന്യവും ആയിരുന്നു എന്ന മലയാള പരിഭാഷ, ആയിത്തീർന്നു എന്ന മൂലഭാഷ. അവിടെ ഒന്നും ഞാൻ നിൽക്കുന്നില്ല. അങ്ങനെ ആയിത്തീർന്ന ഭൂമിയിൽ മിച്ചം എന്തുണ്ട് ഉപദേശി എന്ന് ചോദിച്ചാൽ മിച്ചം 2 ഉണ്ട് സഹോദര. എന്താ മിച്ചം 2? ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പാഴും ശൂന്യവും ആയി തീർന്ന ഭൂമിയിൽ മിച്ചം 2 ഉണ്ട്. 1 ഇരുൾ, 2 വെള്ളം. 1 ഇരുള്, 2 വെള്ളം. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റീക്രിയേഷൻ ആരംഭിച്ചു. അപ്പോൾ ഒരു ചോദ്യം, ഇതെങ്ങനെ പാഴും ശൂന്യവും ആയി തീർന്നു എന്ന് ചോദിച്ചാൽ പ്രസംഗം മാറിപ്പോകും. കാരണം വെട്ടേറ്റ് വീണവൻ്റെ ചരിത്രം പറയേണ്ടി വരും. അതിനല്ലല്ലോ നേരം, അതെല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. പാഴും ശൂന്യവും ആയി തീർന്ന ഭൂമിയിൽ റീക്രിയേഷൻ ആരംഭിക്കുന്ന നിമിഷം മുതലാണ് ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ചിലരിപ്പോൾ പറയും, ഈ പറഞ്ഞു തരുന്നത് പോരാ, ഈ പറഞ്ഞു തരാത്തത് അന്വേഷിച്ച് നടക്കുന്ന പുള്ളികളുണ്ട് ഇതിനകത്ത് എഴുതി വെച്ചത് അനുസരിക്കാൻ മേല. ഇപ്പോൾ കണ്ടില്ലേ, ഇന്നാളൊരാൾ പറഞ്ഞു, കർത്താവിൻ്റെ വരവിന് ശേഷം ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാമോ? പുള്ളിക്ക് അതാണ് ഇപ്പോൾ ആവലാതി. എടോ, വരവിൽ പോകുമെന്ന് ആദ്യം താൻ നോക്ക്. പോയി കഴിഞ്ഞിട്ട് ഇവിടെ എന്നാ സംഭവിച്ചാൽ തനിക്കെന്നാ? ഇവിടെ എന്ത് വേണമെങ്കിലും നടന്നോട്ടെ, അതിൻ്റെ പേരിൽ കിടന്ന് അടി ഉണ്ടാക്കണ്ടല്ലോ. സഭ പോയി കഴിഞ്ഞ് ഇവിടെ അവരങ്ങനെ പോയിക്കോട്ടെ, നമുക്കെന്നാ? പോകാൻ പറ്റുമെന്നുള്ളത് നോക്കേ എന്നാണ് നമുക്ക് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയം. പോയി കഴിഞ്ഞുള്ളതിനെ പറഞ്ഞ് ഇവിടെ കിടന്ന് അടി കൂടി സമയം കളയാതെ സുവിശേഷം പറഞ്ഞ് 2 പേരെ നേടാൻ നോക്കുക. പോട്ടെ. അപ്പോൾ ഇവിടെ റീക്രിയേഷൻ ആരംഭിച്ചു. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചുകൊണ്ട് ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി, അങ്ങനെ അടുക്കടുക്കടുക്കായി സൃഷ്ടിച്ച അനന്തരം 6-ാം ദിവസം ദൈവം നിലത്തെ മണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ളവനായി മനുഷ്യനെ നിർമ്മിച്ചു. അങ്ങനെ മനുഷ്യൻ ഏകനായിരിക്കും നല്ലതല്ലെന്ന് പറഞ്ഞ തമ്പുരാൻ അവന് തക്ക തുണ ഉണ്ടാക്കി കൊടുത്തു. വിവാഹം എന്ന ബന്ധം സ്ഥാപിച്ചു. നമുക്കറിയാം ആദ്യത്തെ കല്യാണം ആദമൗവ ദമ്പതികളായിരുന്നു, നമുക്കറിയാം. പിന്നെ ഈ ചെറുക്കൻ ഈ പെണ്ണിനെ എങ്ങനെയാ കെട്ടിയത് എന്ന് ചിലർക്ക് സംശയം ഉണ്ടെങ്കിൽ പറയാം. ആദാം അടുത്ത് നിന്നൊരു കാട്ടുമരത്തിൻ്റെ വള്ളി ഇങ്ങനെ പറന്നങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് ഔവ്വ അമ്മച്ചിയുടെ കഴുത്തേലോട്ടിട്ട് ഒറ്റ മുറുക്കി. ഇത് കണ്ട് അപ്പുറത്ത് നിന്ന ദൈവവും ദൂതന്മാരും കൂടെ കൂന്നും പറഞ്ഞ് 5-6 കൂവലൊക്കെ കൂവി. അങ്ങനൊന്നും അവിടെ നടന്നില്ല. അതുകൊണ്ട് ആ പെന്തക്കോസുകാരും മുറുക്കാത്തത് ആരെങ്കിലും ചോദിച്ചാൽ പറയണം.
ആമേൻ, അങ്ങനെ ഒന്നും മുറുക്കിയല്ല യോജിപ്പിച്ചത്. പിന്നെ എങ്ങനെയാന്ന് ചോദിച്ചാൽ, ആമേൻ, സൃഷ്ടിച്ച സൃഷ്ടാവ്, പടച്ചവൻ, ഈശ്വരൻ, ഭഗവാൻ, ദൈവം എന്നിങ്ങനെ വിവിധ നാമകരണങ്ങളിൽ വിളിക്കുന്ന പ്രപഞ്ചത്തെ നിർമ്മിച്ച ഏക സത്യദൈവമായ യാഹുവേ എന്ന യഹോവയായ ദൈവം. ഞാൻ ഈ പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ എന്നൊക്കെ പറയുമ്പോൾ ചെറിയോ അങ്ങനെയൊക്കെ പറയാമെന്നൊക്കെ ചോദിക്കും. പടച്ചവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പേരല്ല, പടച്ചുണ്ടാക്കിയവൻ. സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചവൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ചമച്ചവൻ എന്നൊക്കെയുള്ള അർത്ഥമേ ഉള്ളൂ. ആ ദൈവത്തിനൊരു പേരുണ്ട്. ആ പേരാണ് യാഹുവേ, യഹോവയായ ദൈവം. അപ്പോൾ ആ ദൈവമാണ് പ്രപഞ്ചത്തെ നിർമ്മിച്ച ഏക സത്യ നിത്യ ദൈവം. ആ ദൈവം കുടുംബജീവിതം സ്ഥാപിച്ചു. ശ്രദ്ധിക്കണം, ആമേൻ. അവരെ മനോഹരമായ ഏദൻ തോട്ടത്തിലാക്കി വെച്ചു. ഇതൊക്കെ നമുക്ക് കൊച്ചുകുട്ടികൾ സൺഡേ ക്ലാസ്സിൽ അറിയുന്ന കാര്യമുണ്ട്, അവിടെ എങ്ങും ഞാൻ നിൽക്കണില്ല. അങ്ങനെ ആക്കി വെച്ചു. ഇവർ ദൈവത്തെ ആരാധിച്ചും കൊണ്ടും ദൈവം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ദൈവത്തോടൊന്നിച്ചു വസിക്കുന്ന അനുഭവത്തിൽ മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് അഭിഷിക്തന്മാർ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു പദം ഉപയോഗിക്കും. ബൈബിളിന് എന്താണെന്നറിയാമോ? നിത്യത മുതൽ നിത്യത വരെ എന്ന് പറയാറുണ്ട്. അപ്പോൾ ചിലർ അതെന്താ അങ്ങനെ നിത്യത മുതൽ എന്താ ഈ നിത്യത? ദൈവത്തോടൊന്നിച്ചു വസിക്കുന്ന അനുഭവം, അതാണ് നിത്യത. അങ്ങനെ ഒരു അനുഭവത്തിലായിരുന്നു ഉൽപ്പത്തിയിൽ മനുഷ്യൻ, ദൈവത്തോടൊന്നിച്ചായിരുന്നു. എന്നാൽ ഇനി നമ്മളെ കൊണ്ടുപോകുന്നിടത്തും എന്താ? ദൈവത്തോടൊന്നിച്ച് വസിക്കുന്ന അനുഭവം. എന്നാൽ ആ അനുഭവത്തിൽ നിന്ന് മനുഷ്യൻ എന്ത് സംഭവിച്ചു? വീഴ്ച സംഭവിച്ചു. എങ്ങനെയാ സംഭവിച്ചത്? അവൻ നമുക്കറിയാം, ഏദൻ പൂങ്കാവനത്തിലായിരുന്ന ആദം ഹവ്വ ദമ്പതികൾ. ആ ദമ്പതികളിൽ ഹവ്വായെക്കുറിച്ച് നമുക്ക് പറയാം, മണവാട്ടിയായിരുന്നു, ഭാര്യയായിരുന്നു, മണവാട്ടി പെണ്ണായിരുന്നു. ആമേൻ. ആദമാരായിരുന്നു? മണവാളനായിരുന്നു, ഉത്തരവാദിത്വമുള്ളയാളായിരുന്നു. എവിടെയായിരുന്നു അവരുണ്ടായിരുന്നത്? തോട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. ഇതൊരു നിഴലാ. എന്താ ഇതിനൊരു പൊരുളെന്ന് ഞാൻ പറയാം. ദൈവസഭയെക്കുറിച്ച് പറയുന്നു, ഉത്തമഗീതം 4:12, എൻ്റെ കാന്ത കെട്ടിയടയ്ക്കപ്പെട്ട ഒരു തോട്ടം എന്ന് പറയുന്നു. അപ്പം ദൈവസഭ കെട്ടിയടയ്ക്കപ്പെട്ട ഒരു തോട്ടമാണ് കാന്ത. അതുകൊണ്ടാണ് വെളിപ്പാടിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയത്, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നിരിക്കുന്നു, അവൻ്റെ കാന്തയും. ആ ബ്യൂട്ടീഷ്യനെ വിളിച്ചൊരുങ്ങിയിരിക്കുന്നല്ല, പിന്നെന്താ? തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. കണ്ടോ, നമ്മുടെ വീട്ടിൽ പിന്നെ ഒരു പെൺകുഞ്ഞ് കല്യാണം കഴിക്കാനുണ്ട് എന്ന് ചിന്തിക്കുക. ആ പെൺകുഞ്ഞ് എല്ലാ ദിവസവും കുളിക്കും, അല്ലേ? എല്ലാ ദിവസവും കുളിക്കും, എല്ലാ ദിവസവും വസ്ത്രം ധരിക്കും, എല്ലാ ദിവസവും പൗഡർ ഇടും, അല്ലെങ്കിൽ ക്രീം ഇടും, നല്ല വസ്ത്രം ധരിക്കും, നന്നായി ഒരുങ്ങും. പക്ഷേ കല്യാണ ദിവസം വരുമ്പോൾ വർഷം എത്ര ആയി കുളിക്കുന്നു, അതുകൊണ്ട് ഇനി കുളിക്കാതെ കല്യാണത്തിന് പോകാൻ ആരും പറയത്തില്ല. കല്യാണ ദിവസം വരുമ്പോൾ പ്രത്യേകാലൊരു ഒരുക്കമുണ്ട് എന്ന് പറഞ്ഞ പോലെ ദൈവസഭ കർത്താവിൻ്റെ വരവിനായി പ്രത്യേകം ഒരു ഒരുക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നാലെ പോകാം. ഞാനിവിടെ ലേഖനങ്ങളുടെ പശ്ചാത്തലം ഒന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. കാന്ത അഥവാ തോട്ടം, ആമേ, കെട്ടിയടയ്ക്കപ്പെട്ടൊരു തോട്ടം. ഈ തോട്ടത്തിലൊരു മണവാട്ടിയുണ്ട്, ഈ തോട്ടത്തിലൊരു ഇടയനുണ്ട്. ഈ ഇടയന് 2 ഉത്തരവാദിത്വമുണ്ട്. 1, തോട്ടത്തിൽ വേല ചെയ്യണം. 2, തോട്ടം കാക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണേ, അഭിഷിക്തന്മാർ ശ്രദ്ധിക്കണേ. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ് പറഞ്ഞേ കൗശലക്കാരനായിരുന്നു. അപ്പൊ ഈ പാമ്പ് ഏത് ജന്തു? ഏത് ജന്തു? പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഏത് ജന്തു? കാട്ടുജന്തു, അല്ലേ? പാമ്പ് ഏത് ജന്തു? കാട്ടുജന്തു. പെണ്ണും ചെറുക്കനും എവിടെയാ? കാട്ടിലാണോ തോട്ടത്തിലാണോ? തോട്ടത്തിൽ. ഇപ്പൊ കാട്ടുജന്തു എവിടെ കയറി? തോട്ടത്തിൽ കയറി കൊച്ചു വർത്താനം പറഞ്ഞു, അല്ലേ? അപ്പോൾ കാട്ടുജന്തു, അവിടെയൊക്കെ ഒത്തിരി മർമ്മമുണ്ട് കേട്ടോ. ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കൾ, പാമ്പ് കൗശലക്കാർ. പാമ്പിന് കൗശലം കൊടുത്തേ ആരാ? പിശാചോ? ദൈവമാ കൊടുത്തേ. പക്ഷേ പ്രശ്നം എന്താ? ദൈവം കൊടുത്ത ഈ കൗശലം, ഈ ടാലൻറ്റ് ഇയാൾ ആർക്ക് വേണ്ടി യൂസ് ചെയ്തു? അത് തന്ന ദൈവത്തിന് വേണ്ടിയല്ല യൂസ് ചെയ്തത്. അത് അവിടെയാണ് പ്രശ്നം. നമ്മളൊക്കെ തിരിച്ചറിയാം. നമുക്കൊക്കെ ഒത്തിരി കഴിവുണ്ട്, നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി കഴിവുണ്ട്. പാടാൻ ദൈവം കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അത് തന്ന ദൈവത്തിന് വേണ്ടി പാടുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. അത് ലോകത്തിന് വേണ്ടി പാടാനും, കാറിന് വേണ്ടി പാടാനും, ഫ്ലാറ്റിന് വേണ്ടി കാണാനും, സോഷ്യൽ മീഡിയയിലെ കൂത്തുകാഴ്ചകൾക്ക് വേണ്ടി പാടാനും, കോഷ്ടി കാണിക്കാനും നടന്നാൽ ദൈവം പ്രസാദിക്കത്തില്ല. ദൈവം ഒരു താലന്ത് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ ആ കഴിവ് അത് തന്ന ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഒക്കെ വിഷയം വേറെ, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ ആമേൻ, കാട്ടുജന്തു തോട്ടത്തിൽ വന്ന് കൊച്ചു വർത്താനം, അമ്മച്ചി എന്നാ ഉണ്ടോ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു, എല്ലാ വൃക്ഷഫലവും ഒക്കെ തിന്ന്, ഇങ്ങനെ ഒരു കൊച്ചു വർത്താനം ഇവിടെ നടക്കുമ്പോൾ എൻ്റെ ചോദ്യം, കാട്ടുജന്തു തോട്ടത്തിൽ കയറി മണവാട്ടിയെ തെറ്റിക്കാൻ ശ്രമിച്ചപ്പോൾ ചോദ്യം, കാവൽക്കാരൻ എവിടെ പോയി? തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം കാക്കണം. അപ്പോൾ ഒരു കാര്യം നമുക്കവിടെ ബോധ്യമായി, കാവൽക്കാരൻ സ്ട്രോങ് അല്ലെങ്കിൽ കാട്ടുജന്തു തോട്ടത്തിൽ കയറും, മണവാട്ടിയെ തെറ്റിക്കും. ഈ ഭയമാണ് അപ്പോസ്തലനായ പൗലോസ്
കൊരിന്ത് സഭയോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന, എന്നാൽ സർപ്പം ഹൗവായി ഉപായത്താൽ ചതിച്ച പോലെ. കണ്ടോ? ഉൽപ്പത്തിയിലെ വിഷയം അവിടെ എടുത്ത് വെച്ചേക്കുക, വിട്ടുകളഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാ? ആമേൻ. ദൈവസഭയുടെ ഇടയൻ, കാവൽക്കാരൻ സ്ട്രോങ് ആയിരിക്കണം. അതുകൊണ്ട് അഭിഷിക്തന്മാരോട് ഞാൻ പറയും, ആമേൻ, സഭയുടെ ഇടയന്മാർ, ശുശ്രൂഷകന്മാർ സ്ട്രോങ് ആയിരിക്കണം. കാവൽക്കാരൻ സ്ട്രോങ് അല്ലെങ്കിൽ സകല കാട്ടുജന്തുക്കളും തോട്ടത്തിൽ കയറും, മണവാട്ടിയെ തെറ്റുപഠിപ്പിക്കും, ദൈവത്തിൽ നിന്ന് അകറ്റും. അങ്ങനെ ആ ദുരുപദേശകന്മാരകത്ത് കയറിയത്. കാവൽക്കാർ സ്ട്രോങ് അല്ലാതെ ഇടയ്ക്കിടയ്ക്കൊന്ന് കൈ കൊടുക്കാനും എന്നാ ഉണ്ട് ബ്രദറെ എന്നൊക്കെ ചോദിക്കാനും തുടങ്ങിയപ്പോഴാണ് തെറ്റ് തോട്ടത്തിൽ കയറിയത്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുക. അപ്പോൾ തെറ്റ് പഠിപ്പിച്ചു, മണവാട്ടിയെ തെറ്റിച്ചു, മനുഷ്യൻ പാപത്തിൽ. അതെല്ലാം നമുക്കറിയാം. സമയം എന്നെക്കാൾ മുമ്പേ പോകുന്നുണ്ട്, ഞാൻ ഓടി വരിക. പാപത്തിൽ വീണുപോയ മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുപോയി. അതുകൊണ്ടാണ് ആദാമിനെ കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തി, ആദാം ദൈവത്തിൻ്റെ മകൻ എന്നൊരു പ്രയോഗം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബൈബിളിൽ. ആദാം ദൈവത്തിൻ്റെ മകൻ. എന്നാൽ പാപമകത്തു ചെന്നപ്പോൾ എന്ത് നഷ്ടപ്പെട്ടു? പുത്രത്വം നഷ്ടപ്പെട്ടു, പുറത്താക്കി. ഇന്ന് രാത്രി ഒറ്റ വാചകത്തിൽ ഞാൻ ഇങ്ങനെ പറയാം, ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം യേശു ക്രിസ്തുവിലൂടെ തിരിച്ചു തരുന്ന സ്വർഗീയ പദ്ധതിയുടെ പേരാണ് സുവിശേഷം. അതുകൊണ്ട് വേദം പറഞ്ഞു, കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി. ഏദനിൽ നിന്ന് വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം ക്രിസ്തുവിലൂടെ തിരിച്ചു തന്നു മക്കളെന്ന പദവിയിലേക്ക് വീണ്ടും കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് സുവിശേഷം. ഹല്ലേലൂയ. ഒറ്റ വാചകത്തിൽ. അപ്പോൾ പാപത്തിൽ വീണുപോയ മനുഷ്യൻ വീണ്ടും വീണ്ടും പാപം പെരുകി മുന്നോട്ട് പോയപ്പോൾ ദൈവം പാപത്തിൽ വീണുപോയ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ മുൻപോട്ട് വെച്ച പദ്ധതികളുടെ ആരംഭം മോശ മുഖാന്തരം പ്രമാണം കൊടുക്കുകയായിരുന്നു. ന്യായപ്രമാണം. നമുക്കറിയാം ന്യായപ്രമാണം കൊടുത്തത് എന്തിനാ? ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് ജീവിച്ച് സ്വർഗത്തിൽ പോകാൻ പറ്റുമെങ്കിൽ യേശു ക്രിസ്തു വരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എന്തിനാ ഇത് കൊടുത്തത്? രണ്ട് ഉദ്ദേശം ഞാൻ പഠിച്ചതിൽ നിന്ന് മനസ്സിലായി. ഞാൻ പഠിച്ച കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. രണ്ടുദ്ദേശം മനസ്സിലായി ദൈവം പ്രമാണം കൊടുത്തതിന്. എന്താ ന്യായപ്രമാണം കൊടുത്തതിൻ്റെ ഉദ്ദേശം? രണ്ട്. ഒന്ന്, ആമേൻ, തെറ്റെന്ത് ശരിയെന്ത് എന്ന് ജനം അറിയണമെങ്കിൽ പ്രമാണം വേണം. വേണ്ടേ? ആമേൻ. പണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് ഇന്ത്യയിൽ, കേരളത്തിൽ ഹെൽമറ്റ് വെക്കാതെ ബൈക്ക് ഓടിച്ചു, പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹെൽമറ്റ് വെക്കാതെ ബൈക്ക് ഓടിച്ചാൽ പോലീസ് പിടിക്കും. അതുകൊണ്ട് എല്ലാവരും ഹെൽമറ്റ് വെക്കും. എന്താ? നിയമം വന്നു. നിയമം വന്നപ്പോഴാണ് മനസ്സിലായത് തെറ്റാണെന്ന്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും നിയമം പാലിക്കും. നിയമം ഇല്ലെങ്കിലോ അറിയില്ല. അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ ഇതെൻ്റെ ഭാര്യയല്ല പെങ്ങളാണെന്ന് കള്ളം പറഞ്ഞു. ദൈവം അബ്രഹാമിനെ അതിൻ്റെ പേരിൽ വലിച്ചു കീറിയെന്നൊന്നും നമ്മൾ കാണുന്നില്ല. എന്നാൽ മോശയിലൂടെ പ്രമാണം വെച്ച് കൊടുത്തു, കള്ളം പറയരുത്, കൊല ചെയ്യരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, പിടിച്ചു പറിക്കരുത് തുടങ്ങി അങ്ങനെ മോശയിലൂടെ അനേക പ്രമാണങ്ങൾ ജനത്തിന് കൊടുത്തു. എന്തിനാ? തെറ്റും ശരിയും എന്തെന്ന് തിരിച്ചറിയുവാൻ പ്രമാണം കൊടുത്തു. രണ്ട്, ന്യായപ്രമാണം കൊടുത്തതിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു. ആമേൻ. ന്യായപ്രമാണത്തിൻ്റെ മനുഷ്യൻ്റെ സകലവിധമാകുന്ന പ്രവർത്തികളും, ഒന്നുകൂടെ പറയാം, മനുഷ്യൻ്റെ പുണ്യകർമ്മ പൂജ ക്രിയാദി പ്രവർത്തികൾ കൊണ്ടൊന്നും അവൻ്റെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് അവന് മോക്ഷം ലഭിക്കത്തില്ലെന്ന് മനുഷ്യന് ബോധ്യപ്പെട്ടാൽ മാത്രമേ വിശ്വാസത്താലുള്ള രക്ഷ അവൻ അംഗീകരിക്കുകയുള്ളൂ. മനസ്സിലായോ? നേരിട്ട് യേശുക്രിസ്തു ഇങ്ങോട്ട് വരിക, മരിക്കുക, വിശ്വസിച്ചോണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നൊരു ജനമല്ല ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവൻ്റെ പ്രവർത്തികൾ മുഴുവൻ ചെയ്യട്ടെ, ചെയ്ത് പരാജയപ്പെട്ടിതൊന്നും നടക്കുകയല്ലെന്ന് അവൻ എന്ന് ബോധ്യപ്പെടുന്നു, അന്ന് അവൻ വിശ്വാസത്താലുള്ള രക്ഷ അംഗീകരിക്കും. ഇത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു ക്യാൻസർ പിടിച്ച തോമാച്ചൻ ഉണ്ടെന്നിരിക്കട്ടെ. തോമാച്ചന് ക്യാൻസറായി. പുള്ളി വലിയ സാമുദായിക ക്രിസ്ത്യാനിയോ ഓർത്തഡോക്സോ അല്ലെങ്കിൽ യാക്കോബായോ കത്തോലിക്ക ആരെങ്കിലും ആണെന്നിരിക്കട്ടെ. അവർക്ക് പൊതുവെ ഈ പ്രാർത്ഥിക്കുന്നവരെ ഇഷ്ടമില്ലാത്ത കുറച്ച് ആളുകളുണ്ട്. എല്ലാവരും അല്ല, കുറേ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളവരുമുണ്ട് കേട്ടോ, രണ്ടും പറയണമല്ലോ. എന്നാൽ ഈ അച്ചാന് ക്യാൻസർ വന്നപ്പോൾ ഈ അച്ചായനോട് അടുത്ത വീട്ടിലെ അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, തോമാച്ചാ, ദേ അപ്പുറത്തെ ആ പെന്തക്കോസ് സഭയിൽ 21 ദിവസം ഉപവാസം നടക്കുക, നമുക്ക് അവിടെ ഒന്ന് പോയി പ്രാർത്ഥിച്ചാലോ എന്ന് ചോദിക്കും. ഉടനെ പുള്ളി പറയാം, പെന്തക്കോസ് പോയ ചാവുന്നതിൽ അങ്ങ്
ചാകട്ടെ, പെന്തിക്കോസുകാരടുത്തുള്ള എന്നെ കിട്ടുകയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരാൾ പറഞ്ഞു, ഹ്യൂസ്റ്റണിൽ ക്യാൻസറിൻ്റെ ഒരു വലിയ ട്രീറ്റ്മെൻറ്റ് ഹ്യൂസ്റ്റണിലുണ്ട്, പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ തോമാച്ചൻ ഹ്യൂസ്റ്റണിൽ പോയി. അവിടെ ചെന്ന് സകല പണിയും ചെയ്ത് നോക്കിയിട്ട് അവർ പറഞ്ഞു നടക്കുകയില്ല, സ്റ്റേജ് കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു. തോമാച്ചൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, വയനാട്ടിൽ, അങ്ങ് കേരളത്തിലെ വയനാട്ടിൽ ആദിവാസികൾ കേളുമൂപ്പനുണ്ട്, അവിടെ പോയാൽ വൈദ്യൻ നല്ല വിടുതലാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി തോമാച്ചൻ വണ്ടി കയറി ആദിവാസി ഊരിൽ വയനാട്ടിൽ കേളുമൂപ്പൻ്റെ അടുത്ത് പോയി. കേളുമൂപ്പൻ കൈവിട്ടു, നടക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ വേറൊരാൾ പറഞ്ഞു, അതുകൊണ്ട് അപ്പുറത്തൊരു ഹോമിയോ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി. പിന്നെ അവിടെ പ്രകൃതി ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞു, അവിടെയും പോയി. എല്ലായിടത്തും പോയിട്ട് അവസാനം വീണ്ടും കറങ്ങി തിരിഞ്ഞ് തോമാച്ചൻ വീട്ടിൽ വന്ന് അവിടെ ഇരിക്കുമ്പോൾ മറ്റേ അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, തോമാച്ച ഇനി 3 ദിവസവും കൂടെ അവിടെ പ്രാർത്ഥനയുള്ളൂ, നീ ഒന്ന് പോന്നെന്ന് ചോദിച്ചാൽ പറയും, എന്നാൽ പിന്നെ ഒന്ന് അങ്ങോട്ട് പോകാം. ഇത് മനുഷ്യൻ്റെ പൊതു സ്വഭാവമാണ്. പോകാവുന്നിടത്തെല്ലാം പോകും, ഓടാവുന്നിടത്തെല്ലാം ഓടും. സകല കൊമ്പുകൾ ഒടിയുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധി മുട്ടുമടക്കും. മനുഷ്യൻ്റെ പൊതു സ്വഭാവമാണ്. ആമേൻ. ഞാൻ ഇന്നും കൂടെ അത്തരത്തിലൊരു സാക്ഷ്യം കേട്ടിട്ടിരിക്കുക. തമ്പുരാൻ ആവർത്തിച്ച് വിളിച്ചിട്ടും കൊമ്പ് കുത്താത്തതിനെയൊക്കെ കൊമ്പ് കുത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങനെയാണ്. അപ്പോൾ ആ നിലയിൽ ഇസ്രായേലിൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് അവന് മോക്ഷം ലഭിക്കത്തില്ലെന്ന് അവന് ബോധ്യപ്പെടണം. അതിനുവേണ്ടി പ്രമാണം വെച്ചു കൊടുത്തു. ഇവൻ പോയി യാഗമർപ്പിക്കും, അവൻ തിരിച്ചു വരും, പിന്നെയും പാപം ചെയ്യും, പിന്നെയും യാഗം. ഇതിങ്ങനെ അവൻ്റെ ജീവിതത്തിൽ തുടർന്നു പോയപ്പോൾ വിശ്വാസത്താൽ ഒരു രക്ഷയുണ്ടെന്ന് ഈ ഇസ്രായേലിനെ ബോധ്യപ്പെടുത്താൻ ദൈവം മരുഭൂമിയിൽ ഒരു ഡെമോ അവതരിപ്പിച്ചു. ആ ഡെമോയാണ് മോശയോട് പറഞ്ഞു, ഒരു താമ്രസർപ്പത്തെ ഉണ്ടാക്കി ഉയർത്താൻ പറഞ്ഞു മരുഭൂമിയിൽ. എന്തിനാ? അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് മരണത്തിലേക്ക് പോകുന്ന മനുഷ്യൻ ഉയർത്തപ്പെട്ട താമ്രസർപ്പത്തിലേക്ക് ജസ്റ്റ് നോക്കിയാൽ മതി, മരണം മാറി ജീവനിലേക്ക് പ്രവേശിക്കും. നോക്കണം, ഒരൊറ്റ നോട്ടത്താൽ മരണം മാറി ജീവനിലേക്ക് പ്രവേശിക്കും. ഒരു പ്രവൃത്തിയില്ല, ഒരു മരുന്നില്ല, അക്ഷരീകമായ ഒരു ട്രീറ്റ്മെൻറ്റുമില്ല. നോട്ടത്താൽ മരണം മാറി ജീവനിലേക്ക് പ്രവേശിക്കും. ഇതെന്തിൻ്റെ നിഴലാ? യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പരീക്ഷ പ്രമാണിയായ നിക്കോദിമോസ് എന്ന് പറയുന്ന പ്രമാണിയോട് യേശുക്രിസ്തു പറഞ്ഞു, അതിൻ്റെ പൊരുള് മരുഭൂമിയിൽ മോശ താമ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതാകുന്നു. കണ്ടോ? എന്ന് പറഞ്ഞാൽ അന്ന് മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയത് എന്തിനാ? അക്ഷരീക മരണത്തിൽ നിന്ന് അക്ഷരീക ജീവനിലേക്ക് ഒരു നോട്ടം കൊണ്ട് മാറിയെങ്കിൽ ഉയർത്തപ്പെട്ട ക്രൂശിലേക്ക് മനുഷ്യൻ നോക്കിയാൽ ആത്മീക നരകമാകുന്ന മരണത്തിൽ നിന്ന് ആത്മീക ജീവനാകുന്ന സ്വർഗത്തിലേക്ക് പിടിച്ചു കയറാൻ പ്രവർത്തി വേണ്ട, ഉയർത്തപ്പെട്ട കാൽവരിയിലേക്ക് നോക്കിയാൽ മതി. ഇതിൻ്റെ ഡെമോയാണ് അവിടെ കാണിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മോശയോട് താമ്രസർപ്പത്തെ ഉയർത്താൻ പറഞ്ഞു മരുഭൂമിയിൽ. ഇതൊക്കെ നമുക്കറിയാം. ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരിക. മുമ്പ് ഈ ഒരു സ്ഥലത്ത് ഇത് പ്രസംഗിച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് ചോദിച്ചു, അപ്പോൾ മരുഭൂമിയിൽ ഇതിനെ ഉയർത്താൻ പറഞ്ഞത്, ഈ താമ്രസർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞത് യേശുക്രിസ്തു അല്ലേ ഉണ്ടാക്കാൻ, യഹോവയായ ദൈവം തന്നെയല്ലേ ഉണ്ടാക്കാൻ പറഞ്ഞത്? അതെ. അപ്പോൾ ദൈവം അല്ലേ ഇതിനെ ഉണ്ടാക്കാൻ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പള്ളികളിൽ ഈ വിഗ്രഹത്തെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന് നിങ്ങൾ എതിർക്കുന്ന എന്തിനാ എന്ന് ചോദിച്ചു. ദൈവം അല്ലേ ഉണ്ടാക്കാൻ പറഞ്ഞേ? ദൈവം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടല്ലേ മോശ സർപ്പത്തിൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കിയേ? അങ്ങനെയാണ് ഞങ്ങളുടെ പള്ളിയിൽ ഒരു ബിംബം ഇരിക്കുന്നതിന് എന്തിനാ അങ്ങനെ എതിർക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഉണ്ടാക്കാൻ ദൈവം പറഞ്ഞെങ്കിലും ദൈവം ഉണ്ടാക്കാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അവസാനിച്ചിട്ടും മനുഷ്യൻ അത് വിട്ടില്ല. അവിടെയായിരുന്നു പ്രശ്നം. അതുകൊണ്ട് ഈ ഉണ്ടാക്കിയതിന് എന്ത് സംഭവിച്ചു എന്ന് പൊതുവെ പള്ളിക്കാർ പഠിപ്പിക്കാറില്ല. നമുക്ക് ആരോടെങ്കിലും സുവിശേഷം പറയേണ്ടി വന്നാൽ ഒന്ന് പറയാൻ വേണ്ടി മാത്രം ആ വാക്യം ഒന്ന് വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ വേഗത്തിൽ അങ്ങ് വായിച്ച് കേൾപ്പിക്കാം. ശ്രദ്ധിച്ചോണം. ഇസ്രായേൽ രാജാവായ ഏലയുടെ മകനായ ഓശയുടെ 3-ാം ആണ്ടിൽ യഹൂദ രാജാവായ ആഹാസിന്റെ മകൻ ഹിസ്കിയാവ് രാജാവായി. ഇത് പ്രത്യേകിച്ച് വ്യാഖ്യാനമൊന്നും വേണ്ടല്ലോ, ഹിസ്കിയാവ് രാജാവായ കാര്യമാണ് പറയുന്നത്. അടുത്ത 2-ാം വാക്യം, അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അതിൽ വ്യാഖ്യാനമൊന്നും വേണ്ട. ഹിസ്കിയാവ് ഭരിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്ക് 25 വയസ്സായിരുന്നു. അവൻ യെരൂശലേമിൽ 29 സംവത്സരം വാണു. 25 വയസ്സിൽ കയറിയവൻ 29 വർഷം ഭരിച്ചു. അത്രയേ ഉള്ളൂ. അവൻ്റെ അമ്മയ്ക്ക് അബി എന്ന പേര്, നല്ല പേരാണ്, കുഴപ്പമൊന്നുമില്ല. അവൾ സക്കറിയാവിൻ്റെ മകളായിരുന്നു, അതിനും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അടുത്ത വാക്യം, അവൻ തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലൊക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. ഈ പുള്ളി ഹിസ്കിയാവ് യഹോവയായ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളാണ് ചെയ്തതെന്ന്. എന്താ പ്രസാദമുള്ള കാര്യം? അവൻ പൂജാഗിരികളെ നീക്കി, ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ്. വിഗ്രഹസ്തംഭങ്ങളെ തകർത്തു, ദൈവത്തിന് പ്രസാദമുള്ള കാര്യം.
അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു. അടുത്തത്, മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെ ഉടച്ചു കളഞ്ഞു. അപ്പോൾ ഈ ഉണ്ടാക്കിയത് മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ, ഉടച്ചത് പഠിപ്പിക്കുകയല്ല. അവിടെയാണ് പ്രശ്നം. ഉടച്ചു കളഞ്ഞു. എന്തിനാ ഉടച്ചെന്നറിയാമോ? കേട്ടോ, ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അതിന് നെഹുഷ്ഠാൻ എന്ന് പേര്. അപ്പം ദൈവം സ്വർഗത്തിലെ പദ്ധതിക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറഞ്ഞു. ദൈവം വിഷയം വിട്ടു, ഇസ്രായേൽ വിട്ടില്ല. ദൈവം വിട്ടിട്ടും ഇസ്രായേൽ വിട്ടില്ല. അവരതിനെ എടുത്തുകൊണ്ട് പോയി അതിനൊരു പേര് വിട്ട് കണ്ണാടി കൂട്ടി വെച്ച് അങ്ങോട്ട് ധൂപം ആട്ടാൻ തുടങ്ങി. ഇവിടെ കിട്ടിയോ? ഇവിടെയാ പ്രശ്നം. ദൈവം, നമ്മളല്ലേ ഇപ്പോഴും അങ്ങനെയാണല്ലോ, ദൈവം ക്ഷമിച്ചാലും മനുഷ്യൻ അതങ്ങനെയാണ്. ദൈവം വിട്ടാലും മനുഷ്യൻ വിടൂല. പണ്ട് ഒരു അച്ഛനും കപ്പ്യാരും കൂടെ പോയ കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അച്ഛനും കപ്പ്യാരും കൂടെ പള്ളിയിലേക്ക് പോകുന്ന വഴി ഒരു ഇടുങ്ങിയ പാലം എത്തിയപ്പം പള്ളിയിലെ പെങ്കൊച്ച്, ഒരു വിശ്വാസി കൊച്ചിങ്ങനെ വരിക. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓടി കൊച്ച്, അത് പാലം ഇളകിയിരിക്കുക, നീ അങ്ങനെ ചാടി വരില്ല, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങോട്ട് ചെന്ന് പെങ്കൊച്ചിൻ്റെ കയ്യെ പിടിച്ച് പയ്യെ അത് വീഴാതെ അതിനെ ഇപ്പുറത്തോട്ട് കൊണ്ട് വിട്ടേച്ച് പോയി. അങ്ങനെ പള്ളിയുടെ അടുത്ത് എത്താറായപ്പോഴത്തേക്ക് കപ്പ്യാർ പറയുകയാണ്, എന്നാലും അച്ഛൻ ചെയ്തത് മോശമായിപ്പോയി എന്ന്. എന്നാ അച്ഛൻ? എന്നാലും ആ പെങ്കൊച്ചിൻ്റെ കൈക്ക് പിടിച്ച് അത് മോശമായിപ്പോയെന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ പറഞ്ഞു, എൻ്റെ പൊന്നു കപ്പ്യാരെ, പാലം കടന്നപ്പം ഞാൻ ആ കൈ വിട്ടു, എന്നിട്ടും നീ ഇതുവരെ. ഇപ്പം പാലം കടന്നപ്പോഴേ അച്ഛൻ കൈ വിട്ടു, കപ്പ്യാരെന്ത് ചെയ്തിട്ടില്ല? വിട്ടിട്ടില്ല. അതൊരു പൊതു സ്വഭാവമാണ്. എന്ന് പറഞ്ഞ പോലെ ദൈവം ദൈവിക പദ്ധതിക്ക് വേണ്ടി വെളിപ്പെടുത്തിയ കാര്യം അവൻ ദൈവം വിട്ടു, വിഷയം കഴിഞ്ഞു. കാരണം എന്താ? യേശുക്രിസ്തു വെളിപ്പെടാൻ പോവുക, അതാ ദൈവിക പദ്ധതി. പക്ഷേ ഇസ്രായേൽ എന്ത് ചെയ്തു? ഇതിനെ എടുത്തുകൊണ്ട് പോയി കണ്ണാടി കൂട്ടി വെച്ച് ധൂപം കാണിച്ച് അതിനൊരു പേര് വിട്ട് അവിടെ അങ്ങോട്ട് തുടങ്ങി പരിപാടി. ഇത് കണ്ടപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഉടയ്ക്കടാന്ന് പറഞ്ഞു. അങ്ങനെ ഹിസ്കിയാവ് അത് ഉടച്ചു. അതിന് നെഹുഷ്ഠാൻ എന്ന് പേരായിരുന്നു. അടുത്ത വാക്യം, 5-ാം വാക്യം. ആമേൻ. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ച് അവന് മുമ്പും പിമ്പും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല. അപ്പോൾ ഇസ്രായേൽ, ആമേൻ, രാജാവായ ഹിസ്കിയാവിനോട് കൂടെ യഹോവ ഉണ്ടായിരുന്നു. ദൈവം അവനോട് കോപിച്ചില്ല ഇതിനെ ഉടച്ചു കളഞ്ഞ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് നടന്ന ഒരു ഡെമോയായിരുന്നു ഉയർത്തപ്പെട്ട താമ്രസർപ്പം എന്ന് പറഞ്ഞ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ വിശ്വാസത്താലുള്ള രക്ഷയുടെ ഒരു ഡെമോ മരുഭൂമിയിൽ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ സ്വർഗം തൻ്റെ പദ്ധതി പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തി. ആമേ, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം നാമെ മനുഷ്യന് തിരികെ കൊടുക്കുവാനുള്ള ദൈവിക പദ്ധതി പ്രവാചകനിലൂടെ വെളിപ്പെടുത്തി കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അതിനെ തിരഞ്ഞെടുത്തു. കന്യകയായ മറിയ എന്ന് പറഞ്ഞ സഹോദരിയെ തിരഞ്ഞെടുത്തു. ആമേ, ഞാൻ ഇന്നും അഭിമാനത്തോടെ പറയും, മറിയെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഒരല്പം അസൂയൊക്കെ നമുക്ക് തോന്നും. കാരണം ഇത്രയധികം ഭാഗ്യം ലഭിച്ച ഒരു സഹോദരി ഉലകത്തിൽ വേറെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും വളരെ വ്യക്തമായി. ചിലർക്കത് ബുദ്ധിമുട്ടാകും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, അതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് മറിയെ തിരഞ്ഞെടുത്തു. കാലത്തിൻ്റെ സമ്പൂർണ്ണത വന്നപ്പോൾ ആമേൻ, പ്രവാചകൻ വെളിപ്പെടുത്തിയതുപോലെ കന്യകയെ തിരഞ്ഞെടുത്തു. 300 വർഷം പിന്നിട്ടപ്പോൾ ദാ വരുന്നു മീഖ എന്ന് പറയുന്ന പ്രവാചകൻ. ആമേ, യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഏകദേശം യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ വിളിച്ചു പറഞ്ഞു. 300 വർഷം കഴിഞ്ഞപ്പോൾ, അഥവാ 400 വർഷം മുൻപ് മീഖ വന്നിട്ട് പറയുകയാണ്, അവൻ ബത്ലഹേം എഫ്രാത്തയിൽ ജനിക്കും. എന്തോ ഒരു സന്തോഷമാണെന്ന് നോക്കിയേ. ജനിക്കുന്നതിന് മുമ്പ് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വെച്ചിട്ടാ യേശുക്രിസ്തു ജനിച്ചത്. ഇതുപോലൊരാൾ ചരിത്രത്തിൽ എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടോ? എന്തിച്ചേ? ആമേൻ. അങ്ങനെ നൂറുകണക്കിന് പ്രവചനങ്ങൾ നിവർത്തീകരിച്ചുകൊണ്ട് യേശു കർത്താവ് ബത്ലഹേം എഫ്രാത്തയിൽ ജനിച്ചു. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ച മാതൃകയുള്ളൊരു ജീവിതം മനുഷ്യന് കാണിച്ചു തന്നു. ആമേൻ. 33 തിരുവയസ്സിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണം അഥവാ നരകത്തിൻ്റെ ശിക്ഷാവിധി സ്വന്തം ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് നടന്നു കയറി. ഇന്ന് രാത്രി പുറംകണ്ണടച്ചകക്കണ്ണ് തുറന്ന് കാൽവരിയിലേക്കൊന്ന് കണ്ണുയർത്തിയാൽ കാണാം, നമുക്ക് നരകശിക്ഷ ലഭിക്കാതിരിപ്പാൻ നാം ഏൽക്കേണ്ടുന്ന ശിക്ഷ അവൻ്റെ മേലായി, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശു കർത്താവിൻ്റെ മേലായി. ഓരോ ചാട്ടവാറടിക്കും പീസായി മാംസക്കഷണങ്ങൾ ഇളകി തെറിച്ചു പോയിട്ടും, മുൾക്കിരീടം അവൻ്റെ തലമേൽ ആഞ്ഞടിച്ചടിച്ച് കയറ്റിയിട്ടും, അവൻ്റെ മുഖത്ത് തുപ്പിയിട്ടും. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, പരസ്യയോഗത്തിന് കവലകളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ഒത്തിരി പേര് സുവിശേഷ വിരോധികൾ മർദ്ദിച്ചിട്ടുണ്ട്, പരസ്യമായി വന്ന് അടിച്ചിട്ടുണ്ട്, അടി ഇഷ്ടം പോലെ കൊണ്ടിട്ടുണ്ട്, നാളെയും കൊള്ളാൻ റെഡി. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. സുവിശേഷം എല്ലാ കാലത്തും അങ്ങനെയാണ്. അതിൻ്റെ തെളിവുകളൊക്കെ നമുക്ക് പിന്നാലെ നാളെയൊക്കെ ആയിട്ട് ചിന്തിക്കാം, പോട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി ഉപദ്രവങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എനിക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം പറയാം. എനിക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം സത്യസന്ധമായി പറയാം. എന്നെ നാളെയും ഒരാൾ വന്ന് അടിച്ചാൽ കൊള്ളും, ചവിട്ടിയാൽ കൊള്ളും, എന്തിനാണ് പ്രസംഗിച്ചതെന്ന് ചോദിച്ച് തല്ലിയാലൊക്കെ കൊള്ളും. പക്ഷേ എനിക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം പറയാം. എൻ്റെ മുഖത്തേക്കൊരുത്തൻ നേരെ വന്നു നിന്നിട്ട് അവൻ്റെ വായിലിരിക്കുന്ന തുപ്പൽ എൻ്റെ മുഖത്തേക്ക് തുപ്പിയാൽ
ആമേൻ, ഇപ്പോഴും കർത്താവെ ക്ഷമിക്കാൻ കഴിയുമോ എന്നെനിക്ക് ഉറപ്പില്ലാത്ത ഒരു സീനാണത്. എനിക്കറിയില്ല. ദൈവത്തിൻ്റെ കൃപ തന്നാൽ അതും ക്ഷമിക്കണം, സഹിക്കണം. പക്ഷേ അത് ഉറപ്പില്ലാത്തൊരു അത്ര നികൃഷ്ടമായ ഒരു കാര്യമാണ്. ഒരുത്തൻ്റെ വായിലിരിക്കുന്ന തുപ്പൽ അവൻ നമ്മുടെ മുഖത്തേക്ക് തുപ്പിയാൽ എങ്ങനെ ഇരിക്കും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയില്ല. സ്വർഗത്തിൽ സകല മഹത്വത്തോടും കൂടെ ഇരുന്ന കർത്താവ്, ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവിൻ്റെ പവിഴമുഖത്തേക്ക് അതാ അവർ തുപ്പി എന്നെഴുതിയിരിക്കുന്നു. മിണ്ടിയില്ല, ഒരക്ഷരം വാതുറന്നില്ല. അറക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ, രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ എൻ്റെ കർത്താവ് വായ് തുറക്കാതിരുന്നത് സഹോദര എനിക്കും നിനക്കും വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ പാപത്തിന് പരിഹാരമായി യേശു ക്രൂശിൽ മരിച്ചു. തീർന്നില്ല. മരണം കൊണ്ട് യേശു അവസാനിച്ചിരുന്നെങ്കിൽ ഷമീർ അബ്ദുൽ സലാം യേശുവിനെ പ്രസംഗിക്കുകയില്ലായിരുന്നല്ലോ. മരണം കൊണ്ട് അവനെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. അരിമത്യക്കാരനായ യോസേഫിൻ്റെ കല്ലറയ്ക്കൽ അടക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം. എന്നാൽ ആമേൻ, മൂന്നാം നാളിൽ പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് മരണത്തെ ജയിച്ച്, പാതാളത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? അത് പറഞ്ഞല്ല സ്തുതിപ്പിക്കേണ്ടത്, എന്നാലും ഞാനങ്ങ് പറഞ്ഞതാ. കാരണം യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറയുമ്പോൾ നമ്മൾ സ്തുതിക്കാതെ എന്താ ചെയ്യുക? ഉലക മഹാന്മാരകിലരും ഒരുപോൽ കല്ലറയ്ക്കകത്തുറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ഉയർത്തെഴുന്നേറ്റു. പലതവണ ശിഷ്യഗണത്തിന് പ്രത്യക്ഷനായി. ലേഖനത്തിൻ്റെ പശ്ചാത്തലം പറഞ്ഞ് മാത്രം നിർത്താൻ നമുക്കിന്ന് സമയമുള്ളൂ. നാളെ നമുക്ക് ഒക്കുമെങ്കിൽ ഇച്ചിരി നേരത്തെ തുടങ്ങാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച്, ആമേൻ. അപ്പോൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യഗണത്തിന് പ്രത്യക്ഷനായിക്കൊണ്ട് ഒരു അന്ത്യകൽപ്പന കൈമാറി. എന്താ അന്ത്യകൽപ്പന? ആമേൻ. മത്തായി സുവിശേഷം 28:18 യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും മതം മാറ്റിക്കൊള്ളുവിൻ എന്നാണോ? ആണോ? അല്ല. സകല ജാതികളെയും വ്യത്യാസമുണ്ട്. മതം മാറ്റാൻ യേശു പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞങ്ങളാരും സർട്ടിഫിക്കറ്റ് തിരുത്തിയിട്ടില്ല, പേര് തിരുത്തിയിട്ടില്ല, മതം മാറ്റിയിട്ടില്ല. മതം മാറാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. പിന്നെന്താ പറഞ്ഞത്? ശിഷ്യരാക്കിക്കൊള്ളാൻ. എന്താ ശിഷ്യരാകുക? ഗുരു പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവൻ ശിഷ്യൻ. ആമേൻ. ഇന്നലെ വരെ ഏത് മതത്തിൽ ജീവിച്ചോ ആ മതത്തിൽ നിന്നോ. പക്ഷെ നാളെ മുതൽ യേശു എന്ന ഗുരുവിൻ്റെ വാക്കനുസരിച്ച് ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചാൽ ഞാൻ അവൻ്റെ ശിഷ്യനായി. യേശുവിൻ്റെ വാക്കനുസരിച്ച് ജീവിക്കാൻ, അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കാൻ ഒരു മനുഷ്യൻ തീരുമാനിച്ചാൽ ആ മനുഷ്യൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം, ദേശത്തിൽ അനുഗ്രഹം, സമൂഹത്തിൽ അനുഗ്രഹം, അവൻ്റെ നിത്യതയ്ക്ക് അനുഗ്രഹം. അല്ലാതെ ഇവിടെ ആരുടെയും പേരും മതമൊന്നും മാറുന്നതിൽ യാതൊരു കഥയുമില്ല. എന്നാൽ ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്തു. നിൽക്കട്ടെ, ഇത് പറഞ്ഞിട്ട് കർത്താവ് അന്ത്യകൽപ്പന കൈമാറി. പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും പറയണം. ഇപ്പം കർത്താവിൻ്റെ കൽപ്പന എന്താ? പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിച്ച് അവരെ രക്ഷിക്കപ്പെടുത്തണം, സ്നാനം കഴിപ്പിക്കണം എന്നാണ് കർത്താവിൻ്റെ കൽപ്പന. ഇത് നമ്മുടെ അപ്പച്ചന്മാർ, പിതാക്കന്മാർ നല്ല വെടിപ്പായിട്ട് ചെയ്തു. അതിൻ്റെ ഫലമാണ് ഇന്ന് നിങ്ങളൊക്കെ ഇവിടെ സമാധാനത്തോടെ ഇരിക്കണേ. അത് മറക്കരുത്. അത്രമാത്രം ഞാൻ പറയുക. കാരണം അവരെ കുടുംബത്തെയും ബന്ധുക്കളെയും ചാർച്ചക്കാരെയൊക്കെ വിട്ട് പൊട്ടന്മാരെ പോലെ ഇറങ്ങി തെരുവുകളോട് നടന്നു. സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞ ദൗത്യം നല്ല വെടിപ്പായിട്ട് അവർ ചെയ്തു. പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോൾ, പുതിയ തലമുറ വന്നപ്പോൾ പുറപ്പെട്ടു പോയി പറയാനൊന്നും ഞങ്ങൾക്കൊക്കത്തില്ല. ഞങ്ങൾ വർഷാവർഷം ഒരു ജനറൽ കൺവെൻഷൻ വെക്കും, ഒരു പന്തലും കെട്ടും, വേണ്ടുന്ന ശങ്കരനും മാധവനും വേണമെങ്കിൽ അവിടെ വന്നിരുന്ന് കേട്ടെന്ത് ചെയ്തോണം? രക്ഷിക്കപ്പെട്ടോണമെന്നായിപ്പോയി നമ്മൾ, അല്ലേ? വർഷാവർഷം നമുക്ക് നാട്ടിലൊരു ഉത്സവം ഉണ്ടല്ലോ. എല്ലാ സംഘടനകൾക്കും, അമ്പലക്കാർക്ക് ഉത്സവം, പള്ളിക്ക് പെരുന്നാൾ, നമുക്ക് മാത്രം ഒന്നും ഇല്ലല്ലോ എന്നുള്ള വേദന തീർക്കാൻ വേണ്ടി വർഷാവർഷം ഒരു കൺവെൻഷൻ, പിന്നെ 4 കല്യാണോചനം നടക്കും എന്നുള്ളതാണ് ഗുണം. അതിൻ്റെ അപ്പുറത്ത് എന്താ? അപ്പോൾ അതുകൊണ്ട് തമ്പുരാൻ ഇത് കണ്ട് മടുത്തട്ട എല്ലാത്തിനെയും പൂട്ടി മാളത്തെ കയറ്റിയത്. സ്വസ്ഥതയുണ്ടല്ലോ 2 വർഷമായിട്ട്. ശ്രദ്ധിക്കണം. അതുകൊണ്ട് ദൗത്യം മറക്കരുത്. പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പിൻ എന്ന കർത്താവിൻ്റെ കൽപ്പന കൈമാറി. അനന്തരം യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് കണ്ണിന് മറയുമ്പോൾ ശിഷ്യഗണം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാ. പ്രവൃത്തി 1:11.
പ്രവൃത്തി 1:11. അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു സ്വർഗത്തിലേക്ക് കരയേറിപ്പോകുമ്പോൾ ശിഷ്യഗണം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആക്ട് 1:11. അപ്പോസ്തല പ്രവൃത്തി 1:11. ഉടനെ ദൂതസംഘം അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ദൂതന്മാരുടെ പ്രഖ്യാപനം, യേശു വീണ്ടും വരും. നാട്ടിലെ പ്രവാചകന്മാരുടെ വാക്ക് തെറ്റിയാലും സ്വർഗത്തിലെ ദൂതന്മാരുടെ പ്രവചനം തെറ്റുകയില്ല. ഇനിയും കുറഞ്ഞൊന്ന് കഴിയുമ്പോൾ വരുവാനുള്ളവൻ വരും നിശ്ചയം. യേശുക്രിസ്തുവിന്റെ കാഹളനാദം വാനവേഗ വെളിപ്പെടാൻ പോവുകയാണ്. അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ആമേൻ. ശ്രദ്ധിച്ചേ. അത് കഴിഞ്ഞപ്പോൾ ശിക്ഷകണം എന്ത് ചെയ്തു? ശ്രദ്ധിച്ചോണം, നാം വേഗത്തിൽ അങ്ങോട്ട് നിർത്താൻ പോവുക. ആമേ, വായിച്ചോ താഴോട്ട്. അടുത്ത വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. എന്തിന്? ശ്രദ്ധിച്ചേ, എന്തിന്? പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ. പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ അവർ തിരിച്ച് യെരുശലേമിലേക്ക് മടങ്ങി വന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോണം. ഈ പെന്തക്കോസ്തുകാർ എന്നൊരു കാറിനെ കുറിച്ചാണ് നാട്ടുകാരിങ്ങനെ പറയാറുണ്ടല്ലോ. അങ്ങനെ ഒരു കാറൊന്നും ഇല്ല, ആളുകൾ ഇങ്ങനെ പറയുന്നതാണ്. അങ്ങനെ ഒരു കാറ്, ആ കാറിന് അമ്മയില്ലാത്തവരാന്നൊക്കെ പറയും അല്ലേ? നിങ്ങൾ പെന്തക്കോസ്തുകാർക്ക് അമ്മയില്ലല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അഭിമാനത്തോടെ പറയാനൊരു മറുപടി പറയാൻ പോവാ. ശ്രദ്ധിച്ചോണം. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ വായിക്കുകയാണ്. പെന്തക്കോസ്തുകാരുടെ വ്യാഖ്യാനം ഒന്നും ആർക്കും വേണ്ട, എഴുതിയിരിക്കുന്നത് വായിച്ചാൽ മതി. പേര് വിവരം: 1, പത്രോസ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി, ഒന്നാമത്തെ മാർപ്പാപ്പ് എന്ന അഭിമാനത്തോടെ പറയുന്ന പോപ്പ് പത്രോസ് ലീഹ, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമാസ് ലീഹ, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദാസ് ലീഹ, ഇവരെല്ലാവരും സ്ത്രീകളോടും, അടുത്ത വാക്ക് വരയിട്ടോണം, യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പോൾ കയറിപ്പോയി പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന കൂട്ടത്തിനകത്ത് പോപ്പുണ്ട്, തോമാസ് ലീഹായുണ്ട്, യൂദാസ് ലീഹായുണ്ട്, യേശുവിൻ്റെ അമ്മയായ മറിയയുണ്ട്. തർക്കമുണ്ടോ? എന്തിനു തർക്കിക്കണം? പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലേ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്ന ലിസ്റ്റ് അല്ലല്ലോ വായിച്ചത്, പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുക. ഇത്രയും ആളുകൾ അവിടെയുണ്ട്. ആ ആളുകളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 1-ാം വാക്യം. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് 2-ന്റെ 1 വായിക്കാം. ആമേൻ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ചേ, ഈ അമ്മയും പോപ്പും ശിഷ്യഗണവും എല്ലാം കൂടെ കൂടിയിരുന്നപ്പോൾ കുറച്ച് പെന്തക്കോസുകാർ അവിടെ ഇടയിലോട്ട് ട്രാക്റ്റും കൊണ്ട് വന്നെന്നാണോ? ആണോ? പെന്തക്കോസ്തുകാർ വന്നെന്നല്ല, പിന്നെ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, സ്നേഹിതരെ, പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു മതമല്ല, സംഘടനയല്ല. പെന്തക്കോസ്ത് ഒരു അനുഭവമാണ്. ഡേ ഓഫ് പെന്തക്കോസ്ത് ഒരു നാളാണ്, 50-ാം പെരുന്നാളാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ആമേൻ, ഈ പറഞ്ഞ ലിസ്റ്റുകാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയിരുന്നു. എന്ത് സംഭവിച്ചു? അടുത്ത വാക്ക്: പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി, അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അടുത്ത വാക്ക്: അഗ്നിജ്വാല പോലെ പുലർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. അടുത്ത വാക്ക്: എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ചോദ്യം: ഈ അന്യഭാഷ പറഞ്ഞ് കലവില പറഞ്ഞ് സംസാരിക്കുന്ന കൂട്ടത്തെയാണ് നാട്ടുകാരെന്ത് വിളിക്കുന്ന? പറ. പെന്തക്കോസ്. അങ്ങനെയാണെങ്കിൽ 1-ാം തരം പെന്തക്കോസ്തുകാരിയാണ് മറിയ, 1-ാം തരം പെന്തക്കോസ്തുകാരനാണ് പോപ്പ്. അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച കൂട്ടത്തിലുള്ളതാണ് തോമാസ് ലീഹ, ആ കൂട്ടത്തിലുള്ളതാണ് യൂദാസ് ലീഹ. അതുകൊണ്ട് നിങ്ങൾ അമ്മയില്ലാത്തവരാന്ന് ആരെങ്കിലും പറഞ്ഞാൽ സന്തോഷത്തോടെ പറയണം, സ്നേഹിത, നിങ്ങളുടെ പള്ളിയിൽ ഫോട്ടോയല്ലേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടുണ്ടായിരുന്നത്. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ അമ്മയില്ലാത്തവരൊന്നുമല്ല. ഇതിൻ്റെ അകത്ത് ആത്മാവിൽ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആരംഭിച്ച കൂട്ടം പെന്തക്കോസ്ത് നാളിൽ അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. പറഞ്ഞവസാനിപ്പിച്ച് താൽക്കാലികമായി നിർത്തുകയാണ്, ബാക്കി നാളെ തുടരാം. ശ്രദ്ധിക്കണം, സംസാരിച്ചു തുടങ്ങി. ആമേൻ. അങ്ങനെ ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആരാ? പോപ്പ് പത്രോസ് ലീഗ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രസംഗിക്കാൻ എഴുന്നേറ്റു. പത്രോസ് ലീഗ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജനത്തോട് സംസാരിക്കുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? ആമേൻ. അതിൻ്റെ 2-ാം അധ്യായം 37-ാമത്തെ വാക്യം. എന്ത് സംഭവിച്ചു? പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ
കുത്തുകൊണ്ടു. ഒന്ന് പറഞ്ഞ എന്തുകൊണ്ടു? ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന സ്നേഹിക്കുന്ന ദൈവമക്കളോട് ഞാൻ വളരെ ഗൗരവത്തിലും ദൈവസ്നേഹത്തിലും പറയട്ടെ, ബൈബിൾ പറയുന്ന പിതാവിങ്കൽ നിന്ന് പുറപ്പെട്ട യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്ത ബൈബിളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഒരുത്തൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചാൽ അത് കേൾക്കുന്നവർക്ക് ഇക്കിളിയല്ല ഉണ്ടാകുന്നത്, അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് കുത്താനുണ്ടാകുന്നത്. ദയവായി യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഇതെൻ്റെ റിക്വസ്റ്റാണ്, അപേക്ഷയാണ്. ബൈബിളിൽ പറയുന്ന പിതാവിങ്കിൽ നിന്ന് പുറപ്പെട്ട യേശു വാഗ്ദത്തം ചെയ്ത ബൈബിളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രസംഗിച്ചാൽ കേൾക്കുന്നവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് കുത്തുകൊള്ളും. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജമാംസങ്ങളെ വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന വാൾ അകത്തേക്ക് തുളച്ചു കയറിയിട്ട് കുത്തുകൊള്ളുകയാണ് ചെയ്യുന്നത്. ബൈബിളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ പ്രസംഗിച്ചാൽ ഇക്കിളിയല്ല കൊള്ളുന്നത്, പിന്നെ കുത്താ കൊള്ളുന്നത്. അപ്പോൾ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ചങ്കത്തിടക്കി കുത്തുകൊള്ളുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം, അങ്ങേര് പരിശുദ്ധാത്മാവിലാണ് പ്രസംഗിക്കുന്നത്, അതുകൊണ്ടാണ് കുത്തുകൊണ്ടത്. പക്ഷെ വേദനയോടെ പറയാം, ഇന്ന് നമ്മുടെ ആളുകൾക്ക് കുത്തുകൊള്ളുന്ന പ്രസംഗമൊന്നും വേണ്ട പ്രിയരെ. നാട്ടിലിപ്പോൾ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ കാറിനകത്ത് വന്ന് കയറുന്ന സഹോദരിമാർ തമ്മി പറയുന്ന കേൾക്കല്ലേ അച്ഛാ, അകത്ത് കയറിയിട്ട് സഹോദരിമാർ ഫോണെടുത്ത് വിളിച്ചിട്ട് പറയും, അയ്യോ ഇന്നൊന്ന് വരണമായിരുന്നടി, ചിരി 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 ചൂപ്പാടും. അതാ പറയുന്നത്, സങ്കടകരമാ. പുസ്തകത്തിലെ പരിശുദ്ധാത്മാവ് ചിരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവല്ല. ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രസംഗിക്കുമ്പോൾ അത് കേട്ടവരുടെ ചങ്കത്ത് കത്തുകയറിയെന്ന്, ഇരുവായ്ത്തലയുള്ള വാൾ അകത്ത് തുളച്ചു കയറിയെന്ന് അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് കുത്തുകൊണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു? കുത്തുകൊണ്ടവരെല്ലാം കൂടെ കമ്മിറ്റി കൂടി, ഈ ഉപദേശം ഇന്ന് സ്ഥലം മാറ്റണം, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ചർച്ചിൽ പോകും. കമ്മിറ്റി അച്ഛാ പൂട്ടടാ ചർച്ച്, അങ്ങനെ പറഞ്ഞോ? ഇല്ല. കുത്തുകൊണ്ടവരെല്ലാം എന്ത് ചെയ്തു? അവർ നിലവിളിച്ചുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യണം? കുത്തുകൊണ്ടവർ മാനസാന്തരപ്പെടണം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. പ്രിയപ്പെട്ട സ്നേഹിത, സഹോദര, സഹോദരി, വീഡിയോയിലൂടെയൊക്കെ കാണുന്ന പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം. ഒന്നാമത്തെ പോപ്പെന്ന് നിങ്ങൾ പറയുന്ന പത്രോസ്ലീഹ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ പാപമോചനമുണ്ട്. ജീവിതകാലം മുഴുവൻ പാപിയായ ഞങ്ങളെന്ന് നെഞ്ചത്തടിച്ച് നടക്കണ്ട. നിങ്ങൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ പാപമോചനമുണ്ട്. അതിന് നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റാൽ മതി. ഇത് പെന്തക്കോസുകാർ പഠിപ്പിച്ചു തുടങ്ങിയതല്ല, ഒന്നാമത്തെ പോപ്പിന്റെ പ്രസംഗം. മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ, എന്നാൽ ഈ പറഞ്ഞ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്കും ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ഈ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നിങ്ങൾക്കും, അന്ന് കൂടിയവർക്ക്, നിങ്ങളുടെ മക്കൾക്കും അവരുടെ മക്കൾക്ക് നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥരായ ഷമീറിനും നാരായണനും ഗോപാലിനും മമദൂട്ടിക്കും എല്ലാം ഈ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. അടുത്ത വാക്ക്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഒറ്റ പ്രസംഗം, പരിശുദ്ധാത്മാവിൻ്റെ പ്രസംഗം, കുത്തുകൊള്ളുന്ന പ്രസംഗം. അകത്ത് ചെന്ന് തട്ടിയപ്പോൾ ഇറങ്ങി വന്നു, എനിക്ക് സ്നാനപ്പെടണം. അങ്ങനെ വന്നവരാ അതിനകത്തിരിക്കുന്നേ. ഈ സഹോദരിമാർക്ക് മൈക്ക് കൊടുത്താൽ ഇവർ പറയും, ചത്താലും എന്നെ പെന്തിക്കോസിലാക്കാമെന്ന് നീ വിചാരിക്കണ്ടടി എന്ന് പറഞ്ഞ ഐറ്റങ്ങളായിരിക്കണേ. എന്തുകൊണ്ടാ? പരിശുദ്ധാത്മാവിൻ്റെ പ്രസംഗം അകത്തി എന്ന് കുത്തുകൊണ്ടപ്പോൾ രംഗത്ത് വന്ന് പറഞ്ഞു, എനിക്ക് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം, എനിക്ക് നിത്യത പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു നിർത്തട്ടെ. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അടുത്ത വാക്ക് ഗൗരവമുള്ള വിഷയം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചേ, പത്രോസ്ലീഹ പറഞ്ഞു, എത്ര പേരുണ്ട് സ്നാനപ്പെടാൻ? 3000 പേര്. എല്ലാവരും മുങ്ങിയോ? മുങ്ങി. ഇനി ആരെങ്കിലും മുങ്ങാനുണ്ടോ? ഇല്ല. എല്ലാവരും മുങ്ങിയല്ലോ, ഓക്കെ. ഇനി നിങ്ങൾ എവിടാന്ന് വെച്ചാൽ അങ്ങോട്ട് ചെന്ന് കയറിക്കോ. അങ്ങനെ പറഞ്ഞോ? ചിലരങ്ങനാ പറയുന്നത്. നിങ്ങൾ മുങ്ങിയാൽ മതി, എന്നിട്ട് നിൽക്കുന്നിടത്ത് തന്നെ. അങ്ങനല്ല പറഞ്ഞത്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പൊ സ്നാനപ്പെട്ടവൻ എന്ത് വേണം? ഉപദേശം വേണം. ഇത് ഷമീർ പറഞ്ഞാണോ? അല്ല. നേരത്തെ വായിച്ചത് മറന്നുപോയോ?
യേശു കർത്താവിൻ്റെ കൽപ്പന, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. കണ്ടോ? അപ്പൊ സ്നാനപ്പെട്ടവൻ എന്ത് വേണം? ഉപദേശം. അപ്പോസ്തലന്മാരുടെ ഉപദേശം. ഉപദേശം വേണമെങ്കിൽ എവിടെ പോകണം? ഉപദേശം ഉള്ളിടത്ത് പോകണം. പ്രൈസ് ദി ലോർഡ്. ഉപദേശം കേട്ടും. അടുത്തത് കൂട്ടായ്മ ആചരിച്ചും. ഉപദേശം കേട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എവിടെ വരണം? കൂട്ടായ്മയ്ക്ക് വരണം. മനസ്സിലായോ? കല്യാണത്തിന് പോയാൽ ഒക്കുകയല്ല, കൂട്ടായ്മയ്ക്ക് വരണം. കൂട്ടായ്മ ആചരിച്ചു. അടുത്തത് അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പൊ ഇവിടെ ആരാ അപ്പം നുറുക്കിയത്? മാനസാന്തരപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, കൂട്ടായ്മ ആചരിച്ചവർ, ഉപദേശമുള്ളവർ അപ്പം നുറുക്കി. അതാണ് ബൈബിളിൽ പറയുന്ന തിരുമേശ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട നീ തിരിച്ച് ആ പള്ളിയിൽ തന്നെ പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്? ആ പള്ളിക്കാർ മോശക്കാരായോണ്ടാണോ? ആണോ? മർത്തോമക്കാരും കത്തോലിക്കാരും യാക്കോബക്കാരും എല്ലാം മോശക്കാരും പെന്തക്കോസുകാരും മാത്രം മിടുക്കന്മാരായോണ്ടാണോ? അല്ല, അല്ല. ഒരുപാട് നല്ല മനുഷ്യർ ഈ വാതിലിന് പുറത്തുണ്ട്. ഒരു മോശക്കാരായതുകൊണ്ടല്ല. പിന്നെന്താ? വചനപ്രകാരം രക്ഷ ഇല്ലാത്ത, വചനപ്രകാരമുള്ള സ്നാനം ഇല്ലാത്ത, വചനപ്രകാരമുള്ള ഉപദേശം ഇല്ലാത്ത, വചനപ്രകാരം ആത്മാവിൽ ആരാധന ഇല്ലാത്ത ഇടത്ത് നുറുക്കുന്നതൊന്നും ഈ പുസ്തകത്തിൽ പറയുന്ന തിരുമേശ അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ സ്നാനം മുങ്ങിയ നീ അവിടെ പോയി വാ വിളിക്കാൻ പ്രമാണമില്ലെന്ന് പഠിപ്പിക്കുന്നത്. അല്ലാതെ അവർ മോശക്കാരായതുകൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചു. 47-ാം വാക്യം പറഞ്ഞു നിർത്തുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഭൂമിയിൽ ദൈവത്തിനൊരു സഭയുണ്ടോ? ഉണ്ട്. ഏതാ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, സ്നാനപ്പെട്ടവരുടെ കൂട്ടം, ആത്മനിറവ് പ്രാപിച്ച കൂട്ടം, അപ്പം നുറുക്കിയ കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം. ആ കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ. അത് പുഴവക്കത്ത് കൂടിയാലും, മരച്ചുവട്ടെ കൂടിയാലും, കെട്ടിടത്തിൻ്റെ അകത്ത് കൂടിയാലും, ടെറസിൻ്റെ മേളിൽ കൂടിയാലും അതാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടം, കർത്താവിൻ്റെ മണവാട്ടി സഭ. ഈ സഭയ്ക്ക് എഴുതപ്പെട്ടതാണ് ലേഖനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. എന്താണ് ലേഖനങ്ങൾ? അകത്തു വന്നവനോട് സംസാരിക്കുന്ന ഉപദേശങ്ങൾ, പ്രമാണങ്ങൾ, അതാണ് ലേഖനങ്ങൾ. ആ പ്രമാണമാണ് നമ്മളോട് പറഞ്ഞത്. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നിരിക്കുന്നവൻ്റെ കാന്ത തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. ഏതൊക്കെ നിലയിൽ ഒരുക്കപ്പെടണം, നാം ഏതൊക്കെ നിലയിൽ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് കർത്താവ് വന്നില്ലെങ്കിൽ നാളെ തുടർന്ന് കേൾക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട്, മനസ്സുണ്ടായിട്ടല്ല, നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇപ്പം തന്നെ സമയം മുന്നോട്ട് പോയി, എങ്കിലും നമുക്ക് തുടർന്ന് കേൾക്കുവാൻ കർത്താവ് അവസരം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു.